ഓക്കെ, സ്തോത്രം. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പേര് ശാന്തകുമാരിയാണ്. അപ്പോൾ അവിടെ ഞാൻ ചെറുപ്രായത്തിലെ ഒരു അമ്പല ഭക്തയായിരുന്നു. കേൾക്കാമോ? കേക്കാം കേക്കാം, ആന്റിയൊക്കെ പറഞ്ഞോ, എനിക്ക് കേക്കാം. അമ്പല ഭക്തയായിരുന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞ നിരീശ്വരവാദികളാണ്, കമ്മ്യൂണിസ്റ്റ് കുടുംബം. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് 7 മക്കളിൽ 4ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാം കമ്മ്യൂണിസ്റ്റോടും ദൈവമായി യാതൊരു ബന്ധവുമില്ല. എന്നാലോ എനിക്ക് ചെറുപ്രായത്തിലെ ഈ അമ്പലം തോറും വെള്ളിയാഴ്ച, ചൊവ്വാഴ്ച എല്ലാ ദിവസത്തിനും അതിൻ്റേതായ ഓരോ കാര്യം കണ്ടെത്തി ഞാൻ ഓരോ അമ്പലം തോറും കയറി ഇറങ്ങി ഞാൻ നടക്കുമായിരുന്നു. എപ്പോഴും എൻ്റെ തലയിൽ പൂവും ചൂടി, നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട്, അങ്ങനെ വളരെ ഭക്തി നിർഭരമായ ഒരു ജീവിതം നയിച്ചു. അങ്ങനെ വരവെ 19ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഭർത്താവ് ഒരു ഹിന്ദു സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി എൻ്റെ ആത്മീയ ജീവിതം ആത്മീയമല്ല, അമ്പല ഭക്തി കൂടി. പ്രതികൂലങ്ങളും സംഘർഷങ്ങളും നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഞങ്ങൾക്ക് 2 ആൺമക്കൾ ജനിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സന്തോഷകരമായ ഒരുവിധം എൻ്റെ കുടുംബത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം. ഞങ്ങൾ വളരെ സമാധാനപരമായി ജീവിച്ചു വന്ന എൻ്റെ കുടുംബത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് അവിടെ ആയിരുന്നപ്പോൾ ഒന്നുകൂടി എൻ്റെ പ്രാർത്ഥന, അമ്പല ഭക്തി, ദൈവങ്ങളോടുള്ള പ്രാർത്ഥന കൂടി. അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, അന്യ ദൈവങ്ങളെ അധികമായി സേവിക്കുന്നതിൻ്റെ വേദന വർദ്ധിച്ചു. അങ്ങനെ സ്തോത്രം, തീയിൽ കൂടി പോകുന്ന ഒരു അനുഭവം ആയിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ മൂത്ത മകൻ 5 വയസ്സും 2ാമത്തെ മകന് 3 വയസ്സും പ്രായമുള്ളപ്പോൾ നമ്മൾ നാട്ടിൽ, ഞങ്ങൾ നെടുമങ്ങാട് സ്വന്തം സ്ഥലത്ത് ഈ RSSൻ്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങൾ പ്രബലമായി. ഇവിടെ നിൽക്കാൻ പറ്റാത്തതുപോലെ ഞങ്ങൾ ബന്ധുക്കൾ എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ ഭർത്താവിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി. അങ്ങനെ പോയത് ബോംബെക്കായിരുന്നു. ബോംബെയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പോയി. അങ്ങനെ ഗൾഫ് ജീവിതം അവിടെ ആരംഭിച്ചു. അങ്ങനെ എൻ്റെ ഭർത്താവ് 10 മാസത്തിലൊരിക്കൽ നാട്ടിൽ വരും, 2 മാസം നിൽക്കും, പോകും. അങ്ങനെ 10 വർഷം ഈ എൻ്റെ ഭർത്താവിൻ്റെ ഗൾഫ് ജീവിതം തുടർന്നു. അപ്പോഴെല്ലാം നല്ല ഒരു അനുഭവത്തിലാണ് ഞങ്ങൾ കടന്നു പോയത്. 91, 82 തുടങ്ങിയ അന്ന് ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാം കൊണ്ടും നല്ലൊരു അനുഭവമായിരുന്നു. എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് നല്ലതുപോലെ സമ്പാദിച്ചു. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് വീണ്ടും നാട്ടിൽ വന്ന് 2 വർഷം നാട്ടിൽ നിന്നു. അന്ന് എല്ലാവരും നമ്മളെ ഭയങ്കര സ്നേഹമായിരുന്നു. പണമുണ്ട്, പദവിയുണ്ട്, നാട്ടിൽ കൊള്ളാകുന്ന ഒരു കുടുംബം, ബന്ധുക്കളും സ്വന്തക്കാരും. എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ 9 ആണുങ്ങളായിരുന്നു. എൻ്റെ കുടുംബത്തിൽ ഞാൻ പറഞ്ഞല്ലോ 7 സഹോദരങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ വേണ്ടപ്പെട്ടവരായിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് രാമചന്ദ്രൻ. അപ്പം രാമചന്ദ്രനും ശാന്തയില്ലാത്ത ഒരു കാര്യം ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഇല്ല. അതുപോലെ നല്ല ഒരു അനുഭവത്തിൽ ജീവിച്ചു വന്നു, ഗൾഫുകാരെന്നുള്ള പേരും. അങ്ങനെ ജീവിച്ചു വരവേ എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നിട്ട് വീണ്ടും 2 വർഷം നിന്നിട്ട് തിരിച്ചുപോയി. അവിടെ ചെന്നിട്ട് എൻ്റെ ഭർത്താവ് 6 മാസമായപ്പോൾ എൻ്റെ ഭർത്താവ് വിളിച്ചു, നിങ്ങളെ കൂടെ ഞാൻ ഉടൻ തന്നെ നാട്ടിൽ തിരിച്ചു വരുന്നുണ്ട്, വന്ന് നിന്നെ മക്കളെയും ഗൾഫിലേക്ക് കൊണ്ടുവരും, ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അവിടെ നല്ല ജീവിത മാർഗമായിരുന്നു. അവിടെ തന്നെ സ്വരൂപിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ എല്ലാ സമ്പത്തും കൊണ്ട് അവിടെ ഒരു ബിസിനസ് തുടങ്ങി. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു ഹിന്ദു സംഘടനയുടെ ലീഡർ എന്ന് പറഞ്ഞല്ലോ, അവിടെയും അതേ പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് തന്നെ അവിടെ തന്നെ മലയാളികൾ ഒറ്റ കൊടുത്ത് എൻ്റെ ഭർത്താവ് 75 ലാഖ് അവിടെ മുടക്കി തുടങ്ങിയ അവിടുത്തെ ബിസിനസ് ഒറ്റ രാത്രി കൊണ്ട് അവിടെ നഷ്ടപ്പെട്ടു. അറബി തന്നെ വന്ന് കട പൂട്ടാനിടയായി. അപ്പോൾ ഞങ്ങൾ ഈ സ്വപ്നം കണ്ടു, എൻ്റെ ഭർത്താവ് വരും, എന്നെ മക്കളെയും ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് സ്വപ്നം കണ്ട് ഞങ്ങൾ അങ്ങനെ സന്തോഷത്തോടെ അത് തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിച്ച് ഞങ്ങൾ പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു. ഒരു ചീട്ട് കൊട്ടാരം വീണുടയുന്നത് പോലെ ഞങ്ങളുടെ ജീവിതം വീണുടയുന്ന ഒരു അനുഭവമായി തീർന്നു. എൻ്റെ ഭർത്താവ് അപ്പോൾ വിളിച്ചു, ഇവിടെ എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരു വാക്ക് പറഞ്ഞു, ഫോൺ ചെയ്ത് പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യണം. അന്ന് ഞങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ജ്യോതിഷക്കാരൻ കുടുംബത്തിൽ തന്നെ ഉണ്ട്, ജ്യോതിഷക്കാരനുണ്ട്.
അമ്പലം തോറും നടക്കുന്ന ഒരു അനുഭവമാണല്ലോ. അങ്ങനെ ഈ മന്ത്രവാദികളും പൂജാരികളും ജ്യോതിഷക്കാരൻ്റെ അടുക്കൽ പോയി എന്തുകൊണ്ട് എല്ലാ അനുഭവത്തോടുകൂടി ജീവിച്ച ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണമെന്ത്, ഇത് അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. ഞങ്ങൾ അത് തന്നെ ചെയ്തു. അന്ന് ഞങ്ങൾക്ക് അതല്ലേ അറിയാം. ഞങ്ങൾ അത് തന്നെ ചെയ്തു. മന്ത്രവാദികളെയും പൂജാരികളെയും എല്ലാം അന്വേഷിച്ചു പോയി. അവരെല്ലാവരും ഒരേപോലെ പറഞ്ഞു, നിങ്ങൾക്ക് കുടുംബമായി നിങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെ ശാപമേറ്റു, കുടുംബത്തിന് ശാപമേറ്റു പോയി എന്ന്. ഇതുപോലെ ഒരു കുടുംബത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരേപോലെ ഞങ്ങൾ ജാതകം, അന്ന് നമ്മൾ ജാതകം കൊണ്ടാണ് പോകുന്നത്. 4 ജാതകം ഒരുപോലെ ഉള്ള ഒരു കുടുംബത്തെ കണ്ടിട്ടില്ല. അതുപോലെ പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങൾ. ഈ തമിഴ്നാട് വരെ എവിടെയെല്ലാം ജ്യോതിഷാലയമെന്ന് എഴുതി വച്ചിട്ടുണ്ടോ, എവിടെയെല്ലാം പൂജാരിയുണ്ടോ മന്ത്രവാദിയുണ്ടോ അവിടെയെല്ലാം അന്വേഷിച്ച് പോയി. ഇത് അന്വേഷിച്ച് ഇതെന്താണ് കാരണമെന്നറിയും. എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവ് പിന്നെ ഒരു വിളിയില്ല. ഞങ്ങൾ ഇതെല്ലാം ചെയ്തു, കുടുംബക്കാരെ അറിയിച്ചു. കുടുംബത്തിലുള്ള എല്ലാവരും വന്നു. ഈ പൂജകളെല്ലാം കടം വാങ്ങി ഞങ്ങൾ ഇതെല്ലാം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തതുപോലെ എൻ്റെ ഭർത്താവ് മാസം മാസം അയക്കുന്ന പൈസ കൊണ്ട് അതുകൊണ്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു. എനിക്ക് കുടുംബകാര്യങ്ങളോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല അതുവരെ. പക്ഷേ അത് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ. എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, അവരെ എങ്ങനെ മുമ്പോട്ട് നടത്തും. വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഞങ്ങൾക്ക് അപമാനമായി തീർന്നു. ബന്ധുക്കളെല്ലാം ഈ ശാപം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ വിട്ടു പോയി. കാരണം ഈ ശാപം പിടിച്ച ഈ കുടുംബത്തിലുള്ള ഒരു അംഗത്തിന് ശാപം വന്നാൽ കുടുംബത്തെ മൊത്തമായി അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞ് അന്ന് വരെ ഞങ്ങൾ നല്ലവരെന്നും ഞങ്ങളെ വീട്ടിനകത്തുനിന്നും അവർ വന്ന് എല്ലാം തിന്നും കുടിച്ചും ഞങ്ങൾ വലിയ ഒരു അനുഭവത്തിൽ ജീവിച്ചിട്ട് ഈ കാര്യം എല്ലാവരും ഞങ്ങളെ വിട്ട് അവരെ പാടായി. അഹങ്കാരമാണ്. ജീവിക്കാൻ അറിഞ്ഞുകൂടാതെ ഈ പറഞ്ഞതൊന്നും എൻ്റെ ഭർത്താവിന് പറഞ്ഞൊന്നും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒറ്റ സെക്കൻഡ് കൊണ്ട് വരുമോ, ഇതായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ ഈ 91 മുതൽ 94 വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതം സ്തോത്രം വളരെ വിഷമസന്ധിയിലേക്ക് കടന്നുപോയി. ഈ എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്നറിയാതെ ദിനംതോറും ഞങ്ങൾ സ്തോത്രം കടം വാങ്ങിച്ച് ശീലമില്ലാത്തത് കൊണ്ടും ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും തന്നെ ബന്ധുക്കളെല്ലാം മാറി നിന്ന് കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ഞങ്ങൾ സ്തോത്രം വീണ്ടും അമ്പലങ്ങളെ അന്വേഷിച്ചു, കടം വാങ്ങിച്ച് പൂജകൾ നടത്തി. അവരെല്ലാം ഒരേ വാക്ക് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്തോത്രം കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ പറമ്പിന് ചുറ്റും ഈ രാമച്ചം നട്ടിരുന്നു. അന്നത്തെ കാലത്തുണ്ടായിരുന്നു. ആ രാമച്ചം എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു ഞങ്ങളെ പറമ്പിൽ നട്ടിരുന്ന ചെറുധാന്യങ്ങൾ, സ്തോത്രം ചേന, ചേമ്പ്, കാച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പുഴുങ്ങിക്കൊടുത്ത് ഈ രാമച്ചത്തിൻ്റെ വേര് തിളപ്പിച്ച് വെള്ളം കൊടുത്ത് ഞങ്ങൾ അങ്ങനെ സ്തോത്രം ഓരോ ദിവസം കഴിഞ്ഞു പോവുകയാണ്. ഞങ്ങൾക്ക് വേദന സഹിക്കാൻ പറ്റാത്ത വേദന. എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരെ ഞങ്ങൾ വിളിച്ചു, എൻ്റെ ഭർത്താവിനെ എവിടെയെങ്കിലും കാണാൻ. അപ്പോൾ പറഞ്ഞ് ഇനി നാട്ടിൽ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അറബി ഇങ്ങനെ വഞ്ചിച്ചതുകൊണ്ട് പാസ്പോർട്ടും ഇക്കാമയൊന്നും കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ജീവിക്കാനും പറ്റുന്നില്ല. ജീവിതമാർഗം വഴിമുട്ടിയപ്പോൾ എൻ്റെ ഭർത്താവ് അറബിക്ക് നേരെ കേസ് കൊടുത്തു. ഇവിടെ ഒന്നുകിൽ അറബിയെ കൊല്ലും, അല്ലെങ്കിൽ സ്തോത്രം ഞാൻ ഇവിടെ മരിക്കും, ഞാൻ നാട്ടിൽ പണമില്ലാതെ ഞാൻ തിരിച്ചു പോകയില്ല എന്ന് പറഞ്ഞു അവിടെ നടന്നു. ഇപ്പോൾ കാണാനില്ല എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായി ഓരോ ദിവസവും ഇങ്ങനെ അമ്പലം തോറും പ്രാർത്ഥന ഇങ്ങനെ നടന്നു 94 വരെ വളരെ പ്രതികൂലത്തിൽ കൂടി കടന്നുപോയി. എൻ്റെ കുഞ്ഞുങ്ങൾ പാടി തളർന്ന് കിടക്കും, ചീരത്തണ്ട് പോലെ കുഞ്ഞുങ്ങൾ തളർന്ന് കിടക്കുമ്പോൾ മാറിയിരുന്ന് കരയുവാനല്ലാതെ അവരെ ആശ്വസിപ്പിക്കാൻ ഒരു വാക്കില്ലാതെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായി 94 വരെ 4ൻ്റെ അവസാനം വരെ ഇങ്ങനെ കഴിഞ്ഞുപോയി. ബന്ധുക്കളുടെ അടുക്കൽ പോകുമ്പോൾ അവർ പറയും, നിങ്ങൾ ധാരാളം അടിച്ച് സമൃദ്ധിയായി ജീവിച്ചവരല്ലേ, അതുകൊണ്ട് കയ്യിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ എന്ന് പറയുവാനിടയിൽ. അതുവരെ നല്ലതെന്ന് പറഞ്ഞവർ എല്ലാം തിരിഞ്ഞു സ്തോത്രം. അങ്ങനെ എൻ്റെ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ആരെയും ആശ്രയിക്കാൻ പോകണ്ടമ്മ സ്തോത്രം. അങ്ങനെ ഒരു ദിവസം 7 ദിവസം ഒരാഴ്ചയോളം ഞങ്ങൾക്ക് ഈ സ്തോത്രം പച്ചവെള്ളം കുടിച്ച് ഞങ്ങൾ തളർന്ന് കിടന്നപ്പോൾ ഒരു ദിവസം എൻ്റെ മകൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് തന്നെ എൻ്റെ ഭർത്താവിൻ്റെ സഹോദരനെ ഗൾഫിൽ കൊണ്ടുപോയി അവൻ സമ്പന്നനായി എൻ്റെ ടൗണിൻ്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ താമസിക്കുമ്പോൾ വാഹനങ്ങളും വലിയ ബിസിനസ്സുകാരനായി നിൽക്കുമ്പോൾ അവിടെ എൻ്റെ മകൻ പോയി സ്തോത്രം. അവിടെ ചെന്ന് പറഞ്ഞു, കൊച്ചിച്ച ഞങ്ങൾക്ക് അരി വാങ്ങിച്ചിട്ട് ഒരാഴ്ചയോളമായി 1 കിലോ അരി വാങ്ങാൻ 100 രൂപ തരാമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ആ മകൻ പറഞ്ഞു, എൻ്റെ ഭർത്താവ് കൊണ്ടുപോയവനാണ്, സ്തോത്രം, പറഞ്ഞു. എൻ്റെ ചേട്ടൻ്റെ മകൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചു. പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ മകനാണ്, വളരെ ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും സമൃദ്ധിയിൽ ജീവിച്ചവനാണ്. ഇന്ന് എൻ്റെ സഹോദരൻ്റെ മക്കൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാതെ പിച്ചക്കാരെ പോലെ എൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്ന നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുവാനിടയായി. അങ്ങനെ അന്ന് എൻ്റെ മകൻ തിരിച്ച് വീട്ടിൽ വന്ന്, ഇനി നമ്മൾ ആരെയാണ് ആശ്രയിക്കേണ്ടത്? ഇനി നമ്മൾ ആരെയാണ് നോക്കിയിരിക്കേണ്ടത്? എൻ്റെ ഡാഡിക്ക് ഒന്നും സ്തോത്രം കുറിച്ചൊന്നും അറിയുന്നില്ല. സ്തോത്രം, നമ്മൾ ഇനി ആരെയാണ്? അപമാനത്താൽ നമുക്ക് ജീവിക്കണ്ട, നമുക്ക് മരിക്കാം. സ്തോത്രം, ഇതുവരെ നല്ലതായിട്ട് ജീവിച്ചു, ആർക്കും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് നമുക്ക് മരിക്കാമെന്ന് വെച്ചാൽ സ്തോത്രം ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. കാരണം എന്തിനാണ് ഓരോ ദിവസവും ഉദയം കഴിഞ്ഞാൽ അസ്തമനം കഴിഞ്ഞാൽ ഉദയം, സ്തോത്രം, അല്ലാതെ അതിനപ്പുറമായി ഒന്നും കാണുന്നില്ല. ഒരു അസ്തമനം കഴിഞ്ഞാൽ ഇനി ഉദയം കാണണ്ട. മരിച്ച് കൊണ്ട് ഈ സമൂഹത്തോടും നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ നമ്മളെ സ്തോത്രം ബന്ധുക്കളോടും സംഘടനക്കാരോടും സംഘടനയ്ക്ക് വേണ്ടി ജീവൻ കൊടുത്ത് നിന്നോ ആരും അവരോട് നമ്മൾ പ്രതികാരം ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു. പക്ഷേ വിഷം വാങ്ങാൻ പോലും ഒരു പൈസയില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങി, ഒരു പൈസ പോലും വിഷം വാങ്ങാൻ പോലും ഇല്ല. അപ്പോൾ പറഞ്ഞു, സ്തോത്രം, ആരോ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ കാഞ്ഞിരത്തിൻ്റെ വേരോ അല്ലെ മഞ്ഞ അരളിയുടെ കായോ എടുത്ത് അത് വിഷമാണ്, അത് ഈ പട്ടിക്ക് കൊടുക്കുമ്പോൾ അത് ചത്തിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി സ്തോത്രം ഞങ്ങൾ തീരുമാനിച്ചു. അത് എടുത്തുകൊണ്ട് വരാൻ എൻ്റെ ഇളയ മകനെ പറഞ്ഞു വിട്ടു. സ്തോത്രം, അവൻ സന്തോഷത്തോടെ പോയി. എന്തിനാ നമ്മൾ ഇനി ജീവിക്കണം? ആർക്ക് വേണ്ടി ജീവിക്കണം? അങ്ങനെ എൻ്റെ മകൻ കടന്നുപോയി. പോയപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ സ്തോത്രം, അവർ ഒരു തെറ്റും ചെയ്യാത്ത ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ. അവർ ജീവിച്ച് തീർന്നിട്ടില്ല. കൊതി തീരാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ എനിക്ക് ഇല്ലാതെ പലവട്ടം ഞാൻ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എൻ്റെ മകൻ ഇറങ്ങിപ്പോയി. ഞാനും എൻ്റെ മൂത്ത മകനുമായി വീട്ടിൽ നിന്ന് പോയിട്ട് എപ്പം വരും, വേഗം വന്നെങ്കിൽ നാളെ വെളുക്കുമ്പോൾ അമ്മയും രണ്ട് മക്കൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത പത്രത്തിലും എല്ലാം വരുമ്പോഴേ ആൾക്കാർ ഈ വീട്ടിൽ പോലും ഒരു തുള്ളി വെള്ളം കൊടുക്കാനില്ല, പഞ്ചസാരയില്ല, ചായപ്പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആരും ഞങ്ങളുടെ വീട്ടിൽ കടന്ന് വരാറുമില്ല. അപ്പോൾ മരിച്ചെന്ന വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും വരുമല്ലോ, ഒന്ന് കാണട്ടെ, അങ്ങനെയായിരുന്നു ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ എൻ്റെ മകൻ അന്ന് കടന്നുപോയി. പോയ വഴിയിൽ വെച്ച് തന്നെ വളരെ വ്യസനത്തോടെ ഭാരത്തോടെയാണ് എൻ്റെ മകൻ കടന്നു പോയത്. 15 വയസ്സാണ്. സ്തോത്രം. പോയപ്പോൾ ഞങ്ങൾ ആരാധിക്കുകയും അമ്പലം ഉണ്ട്, നമ്മുടെ കുടുംബത്തിൽ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയാണ് എൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയിട്ട് ആദ്യമായി അമ്പലത്തിനടുത്ത് ഒരു വീട് വാങ്ങിച്ചത്. അങ്ങനെ ആ അമ്പലത്തിനടുത്ത് വരെ എത്തിയപ്പോൾ എപ്പോഴോ കണ്ട് പരിചയമുള്ള ഒരു നാമധേയ ക്രിസ്തീയ സഹോദരൻ എൻ്റെ മകനെ കണ്ട്, ഇവിടെ പോണ മകനെ, നിൻ്റെ മുഖം എന്തായി പാടിയിരിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ഇല്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അതുവരെ പോകുന്നു. എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഈ കാടുണ്ട്, അവിടെ ഈ കാഞ്ഞിരവും ഈ മഞ്ഞരളിയും എല്ലാം, അതാണ് ലാക്കാക്കി എൻ്റെ മകൻ പോയത്. അവിടെ ഈ മകൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, നീ യേശു നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. അപ്പോൾ എൻ്റെ മകൻ ചോദിച്ചു, കർത്താവ്? ഏത് കർത്താവ്? 30 കോടി മനോഹരമായ ദൈവങ്ങളുള്ള ഞാനാണോ? നിങ്ങളെ ദൈവമായ യേശുവിന് എന്നെ കൊണ്ട് എന്താണ് ആവശ്യം? ഇത് കഷ്ടപ്പെട്ട് വീടുകൾ കിടക്കുമ്പോൾ അവിടെ കയറി മതം മാറ്റുന്ന ഒരു സ്വഭാവം എൻ്റെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ മകൻ മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അവൻ്റെ ഉള്ളിൽ ഇരുന്ന് ആ രൂപം മന്ത്രിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, എൻ്റെ മകൻ്റെ 1.5 വയസ്സായപ്പോൾ ഒരു ഫിക്സിൻ്റെ അസുഖം വന്നു. ഇന്ന് ഞങ്ങൾക്കത് അറിയാൻ പറ്റും. ഞങ്ങൾ ആരെ കണ്ടാലും ആ കുഞ്ഞുങ്ങളെ ആണെങ്കിലും തലയിൽ കൈ യേശുവിൻ്റെ നാമം പറയും. ആ ഒരു വിത്ത് അവിടെ കിടക്കും. അത് വർഷം കഴിഞ്ഞായാലും അത് ഫലമായി പുറത്തു വരുന്ന ഒരു അനുഭവം ഉണ്ടായി. എൻ്റെ മകൻ 1.5 വയസ്സായപ്പോൾ ഫിക്സിൻ്റെ അസുഖം 2 തവണ വന്നപ്പോൾ അവിടെ ഭവനത്തിൽ ഒരു ക്രിസ്തീയ സഹോദരി വരുമായിരുന്നു. സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരും. ആ സഹോദരി പറഞ്ഞ, സഹോദരി, ഇവിടെ ഒരു ഉപദേശിയുണ്ട്, അടുത്ത് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീട്ടുകാരും ദൈവം ഇല്ലല്ലോ, അപ്പോൾ ഞാനും അവിടെ ഒന്ന് കൊണ്ടുപോയാൽ അദ്ദേഹം ഒരു തുള്ളി എണ്ണെങ്കിലും പ്രാർത്ഥിച്ചു തരും, ഈ കുഞ്ഞിൻ്റെ അസുഖം മാറുമെന്ന് പറയുവാനിടയായി. നിന്നോ സിസ്റ്റർ? സ്തോത്രം. തടസ്സമില്ലല്ലേ? കേക്കാമോ? സ്തോത്രം. ആ
അങ്ങനെ അന്ന് ആ സഹോദരി പറഞ്ഞത് കേട്ട് എൻ്റെ വീട്ടുകാർ, എൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ അറിയാതെ ഞാനും എൻ്റെ സഹോദരിയും കൂടി എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് സ്തോത്ര ആ ഉപദേശിലെടുത്ത് ഒരു തുള്ളി എണ്ണയുമായി പോയി. അവിടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. അതിനുശേഷം എൻ്റെ മകൻ ആ ഫിക്സിൻ്റെ അസുഖം വന്നിട്ടേ ഇല്ല. അന്ന് ഇട്ട ആ വിത്താണ് 15 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മകൻ തന്നെ വീണ്ടും ആ യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് കേൾപ്പാനിടയായി തീർന്നു. അങ്ങനെ എൻ്റെ മകൻ മുമ്പോട്ട് നടന്നപ്പോൾ അവിടെ ആ സഹോദരൻ പറഞ്ഞു, എനിക്ക് കൂടുതലായിട്ടൊന്നും യേശുവിനെ കുറിച്ച് അറിയില്ല. നീ മുമ്പോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു ഒരു കൂട്ടായ്മ നടക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ വരാന്തയിൽ വെച്ച് ഒരു കൂട്ടായ്മ, ആ ഉപദേശി പ്രസംഗം ഒന്ന്. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞെങ്കിലും മരിക്കാൻ പോകുമ്പോൾ ഒരു കച്ചി തുരുമ്പുന്നത് പോലെ പിടിച്ചു നിൽക്കാൻ അങ്ങോട്ട് കടന്നു പോയപ്പോൾ അദ്ദേഹം ഇതുപോലെ സുവിശേഷ പ്രസംഗം 5-6 പേരേ ഉള്ളൂ. അദ്ദേഹം നിന്ന് ഉറക്കെ പ്രസംഗിക്കുന്ന ശബ്ദം കേട്ടു. സ്തോത്രം. അത് ദൈവത്താൽ സംഭവിച്ചു എന്ന് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ വയൽ വരമ്പത്ത് വെച്ച് യേശു ഹല്ലേലൂയ സഹോദരൻ കൂടി ഈ വാർത്തകൾ കേൾപ്പിച്ചത് എന്ന് ഞങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറയുവാനും പറ്റൂ. സ്തോത്രം. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. ഞങ്ങൾ ജ്യോതിഷക്കാരെല്ലാം കുടുംബമായി ശാപമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യൻ പ്രസംഗിക്കുകയാണ്, ഏത് ശാപമേറ്റ ഒരു കുടുംബത്തിലും യേശുവേ എന്ന് ഇവിടെ നിന്ന് ഇരുന്ന് വിളിച്ചാൽ അവിടേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാണ് ഞാൻ പ്രസംഗിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ മകൻ അവിടെ തിരിഞ്ഞു നിന്നു. അവര് ഈ മന്ത്രവാദികളെല്ലാം പറഞ്ഞ് ശാപം ഏറ്റുപോയി എന്ന്. അതിന് പ്രതികാരം അതിന് നമ്മൾ മന്ത്ര പൂജ ചെയ്തിട്ട് പോലും ഒരു വിടുതലില്ല. അപ്പൊ ഇദ്ദേഹം പറയുകയാണ്, ഏത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ആര് എവിടെ ഇരുന്ന് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ആ വിളിപ്പുറത്തിറങ്ങി വന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ ഈ ഉപദേശി പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമോ എന്ന് എൻ്റെ മകൻ സ്തോത്രം ഒന്ന് മനസ്സിൽ ചിന്തിച്ചു. എന്നിട്ട് അതിൻ്റെ പുറത്ത് ചെന്ന് അവിടെ ഇരിക്കുന്ന ആർക്കും എൻ്റെ മകനെ അറിയില്ല. അങ്ങനെ കേട്ടു. വീണ്ടും അദ്ദേഹം പറയുകയാണ്, സ്തോത്രം, ഇനി ഏത് മതത്തിലാകട്ടെ, ഹല്ലേലൂയ എൻ്റെ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ സ്തോത്ര ആ ശാപം പൊട്ടുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ അവിടെ കയറി. ശാപം എന്ന് ഏറ്റ കുടുംബം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ആരും കാണാതെ ബാക്കിൽ ചെന്നിരുന്നിട്ട് എൻ്റെ മകൻ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. ഇവിടെ എന്താണ് ഇവർ പറയുന്നത് കേട്ടുകൊണ്ട് കണ്ണും തുറന്നിരുന്നപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ഈ യേശുവിന് എൻ്റെ പിതാവിന് എന്ത് പറ്റിയെന്നോ, എൻ്റെ കുടുംബത്തിന് ഏറ്റ ശാപത്തെ പൊട്ടിക്കാൻ പറ്റുമെങ്കിൽ ഈ യേശുവിനായി ഞാൻ എൻ്റെ ഹൃദയം കൊടുക്കും എന്ന് അന്നത്തെ അറിവിൽ നിന്നുകൊണ്ട് എൻ്റെ മകൻ 15 വയസ്സ് പ്രായമുള്ള എൻ്റെ മകൻ അവിടെ ഇരുന്ന് ആരും അറിഞ്ഞില്ല, പറഞ്ഞില്ല. ഇന്ന് വരെ ഈ സുവിശേഷം ഞങ്ങളുടെ അടുക്കൽ ആരും വന്നിട്ടുമില്ല. അങ്ങനെ ചിന്തിച്ച അതേ സമയം എൻ്റെ മകൻ്റെ കണ്ണങ്ങ് അടഞ്ഞു, താനെ അടയുകയും ഹല്ലേലൂയ സ്തോത്രം ഭയങ്കര വെളിച്ചത്തിൽ സ്തോത്രം പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഹല്ലേലൂയ ഇറങ്ങി നിൽക്കുന്നത് സ്തോത്രം. എൻ്റെ മകൻ്റെ ഭാരം മാറിപ്പോയി. ഒരു ദൈവശക്തി വന്നിറങ്ങുന്നത് സ്തോത്ര. ഹൃദയം രണ്ടായി മാറിപ്പോകുന്നതും എൻ്റെ മകൻ മനസ്സിലാക്കാൻ അവിടെ നിന്ന് ആദ്യമായി ആരും പറഞ്ഞു കൊടുക്കാതെ എൻ്റെ മകൻ യേശുവേ എന്ന് കരങ്ങളെ ഉയർത്തി. എൻ്റെ കുടുംബത്തിന് വേണ്ടിയായിരുന്നു അന്ന് അവിടുത്തെ മീറ്റിംഗ് സ്തോത്രം. അങ്ങനെ ഉയർത്തി യേശുവേ എന്ന് വിളിക്കുവാൻ ഇടയായി തീർന്നു. ആ വിളി കേട്ട എല്ലാവരും വന്ന് ഭയങ്കരമായി സന്തോഷിക്കുവാൻ ആർക്കും അറിയില്ല. എന്നിട്ട് എൻ്റെ മകൻ എന്ത് ചെയ്തെന്നോ, എൻ്റെ അമ്മയും സഹോദരനും എന്നെ കാണാതെ മരിച്ചാലോ എന്ന് വിചാരിച്ച് ആരും പരിചയപ്പെടാതെ എൻ്റെ മകൻ ഇറങ്ങി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ പോയ വാടിയ മുഖത്തോടെ അല്ല എൻ്റെ മകൻ വരുന്നത്. നോക്കി ഞാനിരുന്നു. പോയതുപോലെയുള്ള മുഖമല്ല എൻ്റെ മകൻ്റെ മുഖം, വാടിയ മുഖമല്ല, പ്രകാശിതമായിരുന്നു. അവൻ വന്ന് ഞാൻ ചോദിച്ചു, മോനെ കിട്ടിയോ, വിഷം കിട്ടിയോ, വിഷക്കായി കിട്ടിയോ? വിഷക്കായി കിട്ടിയില്ല അമ്മേ, നമ്മൾ മരിക്കേണ്ടവരല്ലോ. ഞാൻ അങ്ങോട്ട് നെഞ്ചത്തും തലയിലും കൈവച്ച് വിളിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ മകൻ കണ്ണുനീരും ദുഃഖവും ദുരിതവും അച്ഛനെ കാണാത്ത വിഷമവും അപമാനവും കൊണ്ട് എൻ്റെ മകൻ പിച്ചും പേയും പറയുന്നു സ്തോത്രം. മെന്റലായോ എന്ന് പറഞ്ഞ് ഞാൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി സ്തോത്രം. എൻ്റെ മകൻ സ്തോത്രം അന്നാണ് ആദ്യമായി റൂമിൽ കയറിയിരുന്ന അവൻ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന പുതിയ നിയമം കയ്യിലെടുത്തു. ആദ്യത്തെ സംഭവമാണത്. എടുത്ത് വായിക്കാൻ തുടങ്ങി. വചനത്തെ കൂടി വെളിച്ചമായി ദൈവം
മാത്രം എൻ്റെ മകനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് അന്ന് അങ്ങനെ എൻ്റെ മൂത്ത മകൻ പറഞ്ഞു, അവന് മരിക്കുന്നത് ഇഷ്ടമല്ല അമ്മേ, ഞാൻ ചെന്ന് വിഷം എടുത്തുകൊണ്ട് വരാം. ഇനി എന്തിനാണ് നമ്മൾ മരിക്കുന്നത്, ആർക്ക് വേണ്ടി മരിക്കും, നമുക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് സ്തോത്രം അന്ന് പോയി. അന്നത്തെ ദിവസം പോയി. പിറ്റേന്ന് ഞങ്ങൾ രാവിലെ എഴുക്കാറില്ല, എന്തിനെഴുക്കുന്നു, എഴുന്നേറ്റിട്ടും കാര്യമില്ല. അങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട് കിടക്കുകയല്ലേ, സ്തോത്രം കിടക്കുകയായിരുന്നു. അപ്പോൾ വാതിൽക്കൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. അപ്പോൾ എൻ്റെ ഇളയ മകൻ തന്നെ ചെന്ന് വാതിൽ തുറന്നപ്പോൾ അന്ന് തലേ ദിവസം പോയി ആ കൂട്ടായ്മയിലെ ഉപദേശി ഞങ്ങളുടെ ഭവനത്തിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒന്ന് കയറാൻ വേണ്ടി എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ ദേശം മൊത്തം ഞങ്ങൾ അതേ അനുഭവത്തിൽ ജാതിക അനുഭവത്തിലുള്ളവരാണ്, ഇവിടെ വന്നാൽ അടി കൊണ്ടിട്ടേ പോകും എന്ന് പറഞ്ഞാൽ ഈ സംഘടനയ്ക്ക് വേണ്ടി നിന്ന് എൻ്റെ ഭർത്താവിനെ, ഞങ്ങളെ കുടുംബത്തെ സൂക്ഷിക്കാൻ എല്ലാം ആൾക്കാരുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ ഉപദേശി അടിക്കും. ഞാൻ അടി കൊണ്ടുണ്ടെങ്കിൽ വേഗം പൊയ്ക്കോളാൻ പറയേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു 2 മിനിറ്റ് മതി, 2 മിനിറ്റ് മതി, എനിക്ക് എന്താണ് പറയാൻ, എൻ്റെ കർത്താവ് എന്നെ ഇവിടെ അയച്ചതാണ്, അത് ഞാൻ പറഞ്ഞിട്ട് വേഗം പൊയ്ക്കൊള്ളാം എന്ന് പറയുവാനിടയായി. ഞാൻ അങ്ങനെ അടുക്കളയിൽ അങ്ങ് പോയി. വേഗം പോകാൻ പറഞ്ഞു. എൻ്റെ മകൻ പറഞ്ഞു, ഒന്ന് പോയി വന്നതല്ലേ അമ്മ എന്ന് പറഞ്ഞ് അങ്ങനെ കയറി. അദ്ദേഹം മുട്ടിൽമേന്ന് കയറി ഉടനെ തന്നെ അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൻ്റെ ഹാളിൽ മുട്ടിൽമേൽ നിന്ന് കരയുവാനായി തുടങ്ങി. അദ്ദേഹത്തിന് ഞങ്ങളെ കുറിച്ച് മരിക്കാനിരിക്കുന്നത് ഞങ്ങൾ ആരോടും മന്ത്രവാദികളോട് പറഞ്ഞിട്ട് പോലും, അവർക്ക് അവിടെ പോയിട്ട് പോലും അവർ പറയാത്തത്, ഈ ഒരു ആദ്യം കാണുന്ന ഈ മനുഷ്യൻ ഞങ്ങൾ സ്ഥലം വിൽക്കാനിരിക്കുന്നു, ഞങ്ങൾ മരിക്കാൻ പോകുന്നത്, ഇതെല്ലാം അദ്ദേഹം കണ്ടുകൊണ്ട് കണ്ണുനീർ തോരാത്ത കണ്ണുനീരുമായി സ്വർഗത്തിലേക്ക് കരങ്ങളെ ഉയർത്തി അദ്ദേഹം സ്തോത്രം കരയുന്നതും പ്രാർത്ഥിക്കുന്നതും കാണുവാനായി തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എന്നെ ഇന്നലെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി എൻ്റെ കർത്താവ് പറഞ്ഞു, എനിക്ക് വീടും സ്ഥലവും പോലും അറിയില്ല, എൻ്റെ യേശുവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നതാണ്. അപ്പോൾ സ്തോത്രം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ മരിക്കേണ്ടവരല്ല, നിങ്ങൾ ജീവിക്കണം, സ്തോത്രം ഹാലേ എന്ന് അദ്ദേഹം പറയുവാനായി തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കൂ, ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, നിങ്ങൾ ഒരാഴ്ച നിങ്ങൾ ഇന്നുവരെ ചെയ്തുകൊണ്ടിരുന്ന പൂജ വിളക്കുകളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കൂ. ഞാൻ ചോദിച്ചു, ഈ യേശു ഞങ്ങളെ സ്നേഹിക്കുമോ, ഈ യേശുവിന് ഞങ്ങളെ വിടിവിക്കാൻ കഴിയുമോ ഉപദേശി എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ മാത്രമല്ല, ഏതൊരു ജാതിയിലും മതത്തിലും ഉള്ളവർക്ക് വേണ്ടിയാണ് യേശു കാൽവറിയിൽ മരിച്ചത്. അതുകൊണ്ട് ആൻറ്റി, നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക, ഒരാഴ്ച നിങ്ങളൊന്ന് നോക്ക്, നിങ്ങൾ ഒരു വിടുതൽ അല്ലെങ്കിൽ ഒരു സമാധാനം തന്നില്ല എങ്കിൽ നിങ്ങൾ പഴയ അനുഭവത്തിലേക്ക് പൊയ്ക്കോ എന്ന് പറയുവാനിടയായി. എങ്ങനെയാണ് ഈ നിങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ മതി, ദൈവത്തിന് മനസ്സിലാവും എന്ന് പറയുവാനിടയായി. അങ്ങനെ ഞാനും എൻ്റെ ഇളയ മകൻ, മൂത്ത മകൻ ഒരിക്കലും ഇതുമായി അടുത്ത് വരില്ല. എൻ്റെ ഇളയ മകനും ഞാനുമായി ഇതെല്ലാം മാറ്റി വെച്ചിട്ട് സന്ധ്യയ്ക്ക് നമ്മളെ വീട്ടിൽ അതുപോലെയുള്ള പ്രാർത്ഥന, ഭക്തി നിർഭരമായ ഒരു അനുഭവം, അതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ഒരു വാക്ക് പോലും ഞങ്ങളെ വായി നിന്ന് തോരാത്ത കണ്ണുനീരുമായി എൻ്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമുള്ള ചിന്തയായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്കും. അതുപോലെ ഞങ്ങൾ കരയെ പോലെ ഹൃദയം അതരം വിതുമ്പിക്കൊണ്ട് ഹൃദയവേദനയോടെ ഞങ്ങൾ കരയും. സ്തോത്രം. അങ്ങനെ കരുവനായി തുടങ്ങിയവൻ്റെ 4ാമത്തെ ദിവസം സ്തോത്രം, അന്ന് 4 വർഷമായി എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരു ഫോൺ കോളോ എന്തെങ്കിലും ഒരു അറിവോ കിട്ടിയിട്ട് ഈ 94-ൽ സ്തോത്രം ഞങ്ങൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങളുടെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ പോസ്റ്റ്മാനിൽ കത്തൊക്കെ കൊണ്ടുവരുമ്പോൾ ആ മനുഷ്യൻ ചോദിക്കും, കാരണം കത്തൊന്നും വരാറില്ലേ, വരുന്ന കൂട്ടുകാരെ കൊടുത്തു വിടും എന്നാണ് പറയുന്നത്. ഒരു കത്തോ ഒരു ഫോൺ കോളോ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ബെല്ലടിച്ചു. ഞങ്ങൾ ചെന്ന് സന്തോഷത്തോടെ ഓടിച്ചെന്ന് ഫോൺ എടുത്തപ്പോൾ, എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് സുഖമാണോ, ഇത്രയും കേൾക്കാൻ ജീവിച്ചിരിക്കുന്നു എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്കാരും നാട്ടുകാരും വീട്ടുകാരും സംഘടനക്കാരും ഒരുപോലെ പറഞ്ഞു, ഇനി അവൻ നാട്ടിൽ തിരിച്ചു വരില്ല, എന്തോ സംഭവിച്ചു, മരിച്ചു എന്ന് കൂട്ടുകാർ പറഞ്ഞു. ഇല്ല, ജീവനോടെ ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ഭർത്താവ് സ്തോത്രം ജീവനോടെ ഉണ്ട് എന്ന് കേൾപ്പാൻ എൻ്റെ കർത്താവ് സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടി ഭക്തിയോട് ഞാനും എൻ്റെ ഇളയ മകനുമായി പ്രാർത്ഥിക്കാനായി തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം ചെയ്യുന്ന ഹാലി വളരെ പ്രതികൂലം ആഞ്ഞടിച്ചു. വളരെ ഞങ്ങൾ അതുവഴി പോയ പ്രാർത്ഥിക്കാൻ പോകുന്ന സഹോദരിമാരെ ഞാൻ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അതുവരെ എങ്ങനെ
ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ആദ്യമായി ഞങ്ങൾ വിളിച്ചിട്ടല്ലാതെ ഒരു ക്രിസ്ത്യ വിശ്വാസം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല, വരാൻ ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ വിളിച്ചു, നിങ്ങളുടെ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഒന്ന് വരാമോ. അവർ പേടിച്ചാണെങ്കിൽ അവർ ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. അങ്ങനെ അവരും ഒരുമിച്ച് ഞങ്ങൾ ഇങ്ങനെ പാട്ടും പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോൾ സ്തോത്രം, ഞങ്ങളുടെ സമൂഹം ഇളകി. സമൂഹം സ്തോത്രം, ഹാലേ ലൂയ. ബന്ധുക്കൾ അതുവരെ ഞങ്ങൾ വേണ്ടായും തള്ളിക്കളഞ്ഞ ബന്ധുക്കളുടെ അടുക്കൽ ഈ ന്യൂസ് എത്തിച്ചു. ക്രിസ്ത്യാനികൾ സ്തോത്രം ഇന്നയാളുടെ ഭവനത്തിൽ കയറി ഇറങ്ങുന്നു, അവിടെ പാട്ടും പ്രാർത്ഥനയും തുടങ്ങി എന്നുള്ള ആ ന്യൂസ് സ്തോത്രം ഹാലയിൽ പരന്നു. അങ്ങനെ സ്തോത്രം ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുപോലെ അകത്തും പുറത്തും ഇടത്തും വലത്തും മുൻപിൽ ചെങ്കടൽ, പിറകിൽ ഫറവോന്റെ സൈന്യം. അങ്ങനെ പ്രതികൂല ആഞ്ഞടിച്ചു. സ്തോത്രം ഞങ്ങൾക്ക് വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ, അയിത്തം കൽപ്പിച്ചതുപോലെ. ഒരു ദിവസം ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ എപ്പോഴും ഈ ദൈവസേനയിൽ ഇരിക്കും, ഞാനും എൻ്റെ ഇളയ മകനുമായിരിക്കും. എൻ്റെ മൂത്ത മകൻ ഞങ്ങൾ ഇതിനെതിരായിരുന്നു, ഞങ്ങളെ വളരെ വേദനിപ്പിച്ചു. ഇത് ഞങ്ങൾക്ക് ഞാൻ മൂത്ത മോനാണ്, എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല, അമ്മയും മോനും ഇങ്ങനെ തുടങ്ങരുത്, നാണം കെട്ട പരിപാടിക്ക് പോകരുത്, ഈ ക്രിസ്ത്യാനിയുടെ അടുക്കൽ ചെന്ന് ഇരിക്കാൻ പോകരുത്, അവരെ ഭവനത്തിൽ കയറ്റരുത് എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ ആരെങ്കിലും വന്നാൽ പ്രാർത്ഥിക്കുന്നവർ വന്ന വടക്കുവശത്ത് കൂടെ അടുക്കള വഴി എൻ്റെ മകൻ പുറത്തു പോകുമായിരുന്നു. 7 വർഷം അതുപോലെ എൻ്റെ മകൻ വളരെ പ്രതികൂലം. ഒരിക്കലും ഞാൻ ഈ വിശ്വാസം ഞാൻ നാട് വിട്ടു പോയാലും ശരി തന്നെ, ഈ വിശ്വാസമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മൂത്ത മകൻ അതുപോലെ പ്രതികൂലത്തിൽ നിന്നു. ഞങ്ങൾ അങ്ങനെ ഈ ബന്ധുക്കൾ, സ്വന്തക്കാർ, സംഘടനക്കാർ, സമൂഹം ഒന്നടങ്കം ഒരു പറ്റം പേർ ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. നിന്നിട്ട് പറഞ്ഞു, എന്നെ ആദ്യം വിളിച്ചു സ്തോത്രം മുമ്പിൽ നിർത്തി ചോദിച്ചു, ഹാലേ, നിന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ ഇനി നാട്ടിൽ വരുമോ? നീ എന്തിനാണ് ഈ തുടങ്ങുന്നത്? ഈ നല്ലൊരു കുഞ്ഞുങ്ങളെ എന്തിനു നീ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടുകാർ, എൻ്റെ സഹോദരങ്ങളെല്ലാം വളരെ ഉപദ്രവിക്കുന്ന അനുഭവത്തിലേക്ക് അവർ നാണം കെട്ട് അവർക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് പുറത്തിറങ്ങാനോ ഒരു ബിസിനസ് ചെയ്ത് ജീവിക്കാനോ നിങ്ങൾ നിമിത്തം ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രതികൂലത്തിൽ അവർ വന്നു. അവർ ചോദിച്ചു, സ്തോത്രം, ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, ഇവർക്ക് പ്രായപൂർത്തിയായി, അവർക്ക് നല്ലതും തീയതും തിരഞ്ഞെടുക്കാനുള്ള പ്രായമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ സ്തോത്രം ഒന്നുകിൽ ഇതിൽ നിന്ന് പിന്മാറണം, ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? ഈ 4 വർഷക്കാലം ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായി ഈ ഭവനത്തിനകത്ത് എങ്ങനെ ജീവിക്കുന്നുവെന്നോ, എൻ്റെ ഭർത്താവ് സ്തോത്രം ഹാലിൽ പൈസ അയക്കുന്നോ, ജീവനോടെ ഉണ്ടോ എന്നോ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഹാലേലൂയ. അങ്ങനെ ഒന്നുമില്ല. ഈ 4 വർഷക്കാലം ഞങ്ങൾ പട്ടിണി കിടന്ന് പച്ചവെള്ളം കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു. ഇനി ഞങ്ങൾ മരിക്കാൻ വേണ്ടി ഒരുങ്ങിയ സമയത്താണ് ഒരുവന്റെ കരം ഞങ്ങളുടെ നേരെ നീണ്ടുവന്നു. ഹല്ലേലൂയ. ആ കരം ആരുടെ കരമാണെന്ന് ഞങ്ങൾക്ക് നോക്കാൻ സമയം കിട്ടിയില്ല. ആ കരം സ്തോത്രം ഒരു ഹിന്ദുവിൻ്റെ കരമല്ല, ഒരു മുസ്ലിമിൻ്റെ കരമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ കരമല്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച മാനവരാശിയുടെ രക്ഷകനായ യേശുവിൻ്റെ കരമാണ് ഞങ്ങളെ പിടിച്ചെന്ന് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി മരിച്ചാലും ജീവിച്ചാലും എൻ്റെ യേശുവിന് വേണ്ടി എന്ന് പറയുവാനിടയായി. അന്ന് തന്നെ അവർ ശപഥം ചെയ്തു, ഇനി ഞങ്ങളുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഒരു കല്യാണമോ ഒരു മരണമോ ഒരു നല്ല കാര്യത്തിനോ നിന്നെ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ കയറ്റില്ല. അതൊന്നും കേട്ടിട്ട് ഞങ്ങൾക്ക് ഹാലയിൽ ഒരു വിഷമവും തോന്നിയില്ല. സ്തോത്രം ചെയ്യുന്നു. ഹാലയിൽ അങ്ങനെ അയിത്തം കൽപ്പിച്ചു. ഞങ്ങളെ മുഖത്ത് പോലും നോക്കില്ല, ഞങ്ങളുടെ വീട്ടിലോട്ട് ആരും നോക്കില്ല. ഞങ്ങളുടെ സ്തോത്രം ഒരു മനുഷ്യരുമായി ഞങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ല. ഒരു മരണം വന്നാലും കല്യാണം വന്നാലും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം അന്നത്തെ രീതിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തി. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കാര്യത്തിൽ ഞങ്ങൾ സഹകരിക്കാൻ സമ്മതിക്കാതെയായി. അതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിഷമവും തോന്നിയില്ല. യേശുവായിരുന്നു ഞങ്ങൾക്ക് വലുത്. സ്തോത്രം. അങ്ങനെ അന്ന് സ്തോത്രം കടയിൽ ഒരു സാധനം വാങ്ങാൻ പോയാൽ ഞങ്ങൾക്ക് സാധനം തരില്ല, മുഖം തിരിച്ചു കളയും. പൈസയും കൊണ്ട് ചെന്നാൽ പോലും സാധനം തരാതെയായി. സ്തോത്രം. ഈ കുടുംബ ദേശത്തിന് തന്നെ അപമാനമായി. ഇതുവരെ ഹിന്ദുത്വത്തിന് നിന്ന ഒരു കുടുംബത്തിലെ ഈ സ്തോത്രം കുടുംബം ഇങ്ങനെ ആയാൽ മറ്റുള്ളവർ എങ്ങനെ ഇങ്ങനെ വരും എന്നുള്ള ഭയമായിരുന്നു അവർക്ക്. അങ്ങനെ വളരെ പ്രതികൂലം എന്ന് പറഞ്ഞ് ഞങ്ങളെ എങ്ങനെയെങ്കിലും ആ ഭവനത്തിൽ എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ വേണ്ടി എൻ്റെ കുടുംബത്തിലുള്ളവർ തന്നെ സ്തോത്രം ഇങ്ങനെ മുന്നോട്ട് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കന്നാസിൽ പെട്രോളുമായി ഞങ്ങളെ ചുട്ടു കൊല്ലാൻ വേണ്ടി ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും
ഹാലേലു, ഒരു പറ്റം പേർ വളഞ്ഞു. സ്തോത്രം. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. ഞങ്ങൾക്കൊന്ന് മാത്രമേ അറിയാവൂ. വീട്ടിനകത്തിരുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. വീട്ടിനകത്ത് കതകടച്ചിരുന്ന് ഞാൻ ഈ 16-18 വയസ്സായി 2 മക്കളുമായിരുന്നോ ഞങ്ങൾ കരയുകയാണ്. ഞങ്ങൾ അതിനകത്തിരുന്ന് കരയുന്ന കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സ്വർഗത്തിലെ പിതാവ് ദൂതന്മാരെ അവിടെ അയച്ചു. അവർ പിറ്റെന്ന് ഓരോ ഗൂഢാലോചനകളും തന്ത്രങ്ങളും ഒരുക്കുമ്പോഴെല്ലാം എൻ്റെ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അവരിൽ നിന്ന് ഒരാളിനെ ഞങ്ങൾക്ക് അനുകൂലമായി എഴുന്നേൽപ്പിക്കുക. അവർ തന്നെ പറഞ്ഞു, ഇന്നലെ നിങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ സ്തോത്രം ഈ കുടുംബത്തിന് ആ സഹോദരൻ വരുന്നതിന് മുന്നമേ അമ്മയും മക്കളെയും ചുട്ട് കൊല്ലാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങി. ദേശത്തിന് അപമാനം വരുത്തുന്ന, കുടുംബത്തിന് അപമാനം വരുത്തുന്ന ഇവർ ഇനി ഈ ഭൂമിയിൽ വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വന്നപ്പോൾ അതിന് ചുറ്റും ദൂതന്മാർ നിൽക്കുന്നത് കണ്ട്, വെള്ള വസ്ത്രധാരികൾ നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും, ആരാ നിങ്ങളുടെ ഭവനത്തിൽ വന്നത്, അതിന് ചുറ്റും നിൽക്കുന്നത് കണ്ടവർ മടങ്ങിപ്പോയി എന്ന് പറയും. അങ്ങനെ പലവട്ടം അങ്ങനെ ഞങ്ങൾ ചർച്ചിൽ പോകാനൊന്നും തുടങ്ങിയില്ല. പക്ഷേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചർച്ചിൽ സ്തോത്രം പോകാൻ ആദ്യം തുടങ്ങിയപ്പോൾ അവിടെ എല്ലാം ഈ സ്തോത്രം ഗുണ്ടായുസം കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ അടിക്കാനും സ്തോത്രം കൊല്ലാനും എല്ലാം വടിയും വാളുമായി അവിടെ എവിടെയായി ഇവർ കാത്തിരിക്കുമായിരുന്നു. സ്തോത്രം. അങ്ങനെ അവിടെ നിന്നെല്ലാം എൻ്റെ കർത്താവ് പിന്നെ കേസായി വഴക്കായി ആ ദേശത്ത് കോളിളക്കം സൃഷ്ടിച്ച ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതം അവിടെ. സ്തോത്രം. അങ്ങനെ എവിടെ പോയാലും ഞങ്ങൾ സഹായിക്കാൻ ആരുമില്ല. ക്രിസ്തീയ വിശ്വാസത്തിൽ നിൽക്കുന്നവരെ പോലെ അന്നെല്ലാമാണ് കർത്താവ് എനിക്ക് വചനം തന്നത്. എൻ്റെ കൂട്ടുകാർ സഹോദരങ്ങൾ ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയിൽ ഒരു കുഞ്ഞുങ്ങൾ ഞങ്ങളെ സഹായിക്കാനോ, ഞാൻ തുണ്ടെഴുതി വിശ്വാസ സമൂഹത്തിൽ കൊടുത്തു വിടുമ്പോൾ അവരെ പോലും വിലക്കിക്കളി. അവരുമായി നിങ്ങൾ സംസർഗം കൂടെ, അവരുമായി യാതൊരു ബന്ധം നിങ്ങൾ കൂടരുത് എന്ന് പറഞ്ഞ് അവരെ പോലും വിലക്കിക്കളി. അപ്പോഴെല്ലാം ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റി, എൻ്റെ യേശുവായിട്ടുള്ള അറ്റുപോകാത്ത ബന്ധത്തിനകത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ എൻ്റെ കർത്താവ് ആഗ്രഹിച്ചു. ഒരു മനുഷ്യരിലും ആശ്രയിക്കാതെ ദൈവമായുള്ള ബന്ധത്തിൽ തന്നെ ഞങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടേയിരുന്നു. ആരും ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുവാൻ ഇല്ലാത്തതുപോലെ യേശു മാത്രം ഞങ്ങളെ ഹല്ലേലൂയ സഹായിപ്പാൻ ഞങ്ങളുടെ സഹായകനായി, സങ്കേതമായി, കോട്ടയായി എൻ്റെ യേശു മാത്രമേ. ഇന്ന് ഞങ്ങൾക്ക് ഒരു മനുഷ്യരിലും പ്രശംസിക്കാനില്ല. ആരും ഞങ്ങളെ സഹായിച്ചു എന്ന് പറയുവാൻ എൻ്റെ അപ്പൻ സമ്മതിച്ചില്ല. അങ്ങനെ ഞങ്ങളെ സ്തോത്രം, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വരുമാന മാർഗമൊന്നും ഇല്ലല്ലോ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ചുമ്മാ വെള്ളം കുടിക്കുക. അന്ന് ഞങ്ങൾക്ക് അതാണ്, അന്ന് ഞങ്ങൾ പരിശീലിച്ചതാണ്. ഇന്ന് ഞങ്ങൾ ഉപവാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഇല്ലാത്തത്, കഴിക്കാനും കുടിക്കാനും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. രായും പകലുമുള്ള പ്രാർത്ഥന. ഞങ്ങൾ ഓരോ ഗ്ലാസ് വെള്ളം എൻ്റെ കുഞ്ഞുങ്ങൾക്കുമായി എടുത്തു വെച്ച് ഞങ്ങൾ ആ വെള്ളത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമം പറയും. ഞങ്ങൾ കുടിക്കുമ്പോൾ ഞങ്ങൾക്കന്ന് വിശപ്പില്ല, ദാഹമില്ല. സ്തോത്രം. ഉറക്കം നഷ്ടപ്പെട്ട നാളുകളായി. സ്തോത്രം. 7 വർഷക്കാലം ഉറക്കമില്ലാത്തവളായി. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ എനിക്ക് വിഷമം, പ്രയാസമുണ്ട് എങ്കിൽ സഹിക്കാൻ പറ്റാതെ, കുഞ്ഞുങ്ങളോട് പോലും പറയാൻ പറ്റാതെ ഞാൻ സങ്കടപ്പെട്ട് വേദനപ്പെട്ടു. ഒരു ദിവസം ഞാൻ പറഞ്ഞു, കർത്താവ് യേശുവാണ് ദൈവമെന്ന്, അഖിലാണ്ടത്തിന് ഉറവിടമെന്ന് ഈ ഉപദേശി പറഞ്ഞല്ലോ, അത് സത്യമാണെങ്കിൽ സ്തോത്രം എങ്കിൽ എനിക്ക് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ സ്തോത്രം ഒരു അനുഭവം എനിക്ക് വേണം. അങ്ങനെ പറഞ്ഞ് സ്തോത്രം കിടന്ന് ഞാൻ ഉറങ്ങി. അന്ന് അതേ രാത്രിയിൽ എൻ്റെ സ്തോത്രം ഒരു സ്വരം ഞാൻ കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. മകളെ എന്ന് വിളിക്കുന്ന സ്വരം. അത് ഹൃദയത്തിൽ നിന്ന് സ്തോത്രം ചെവിയിലേക്ക് വരുന്നു. അത് മൃദുസ്വരം, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു മൃദുസ്വരം ഞാൻ കേട്ടു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ, മകളെ, ഞാൻ തന്നെ, നീ ചോദിച്ചില്ല, ഞാൻ ചോദിച്ചു പലവട്ടം ഈ വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെന്ന് കിടന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളൊന്നും ദൈവങ്ങളല്ലേ, എങ്കിൽ ദൈവം ആരാണ് എന്ന് ചോദിച്ചു. നീ ചോദിച്ചില്ലേ ദൈവം സ്തോത്രം ആരാണ്? ഞാൻ തന്നെ സത്യദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് എൻ്റെ കർത്താവ് പറയുന്നു. അന്ന് എൻ്റെ സ്തോത്രം എനിക്ക് ഭയങ്കര ധൈര്യമായി. എൻ്റെ എല്ലാ ഭയവും മാറിപ്പോയി. ആരുടെ മുൻപിലും യേശുവിനെ പറയുവാൻ ഒരു ധൈര്യം വിറ്റെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ യേശുവിനെ ഞാൻ കണ്ടു. സ്തോത്രം. എൻ്റെ മക്കൾ പറഞ്ഞു, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല അമ്മേ. ഞാൻ പറഞ്ഞു, എന്തോ ഞാൻ കണ്ടു, ഒരു സ്വരം ഞാൻ കേട്ടു. എനിക്കിന്ന് ഭയങ്കര ഒരു ആശ്വാസം തോന്നുന്നു, ഒരു ധൈര്യം. മരിക്കണമെന്നല്ല തോന്നുന്നു, ജീവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സ്തോത്രം. അങ്ങനെ പറയുവാനായി അങ്ങനെ
വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാനായി തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുമായിരിക്കുന്നു. ഞങ്ങൾക്കന്ന് ഒന്നും ദൈവത്തോട് ചോദിക്കണമെന്ന് ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കഷ്ടതയൊന്നും പറയാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സ്തോത്രം. ചുമ്മാ ഞങ്ങൾ ദൈവത്തോട് ചുമ്മാ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി. രാവിലെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതും ഇല്ലല്ലോ, എഴുന്നേറ്റിട്ട് വലിയ കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആരോ കതകിൽ മുട്ടുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഞങ്ങൾക്ക് പേടിയാണ്, ചെന്ന് കതക് വാതിൽ തുറക്കാൻ പേടിയാണ്. കാരണം ആരെങ്കിലും കയറി വന്നാൽ സ്തോത്രം ഇവിടെ കഞ്ഞി വെച്ചിട്ടോ അടുപ്പ് പുകഞ്ഞിട്ടോ ഒരാഴ്ചക്കാലമോ തോളമായി എല്ലാ പാത്രങ്ങളും സ്തോത്രം കമഴ്ത്തി വച്ചിരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാൻ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് ആരും വരരുതേ, ഒരസുഖം വരരുതേ എന്ന് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. ഒരസുഖം വന്നാൽ ഞങ്ങൾ അവിടെ കിടക്കുകയുള്ളൂ. ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാനില്ല. ഹോസ്പിറ്റലിൽ പോകാൻ ഒരു നിവർത്തിയില്ല. അപ്പോൾ ഞങ്ങൾ അന്നും ഇതുപോലെ സ്തോത്രം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സഹോദരി പെട്ടെന്ന് ഞങ്ങൾ ചെന്ന് പതുക്കെ പതുക്കെ വാതിൽ തുറന്നപ്പോൾ ഒരു സഹോദരി ഒരു കൈ നിറയെ ഒരു കിറ്റുമായി അവിടെ നിൽക്കുന്നു. അധികം പരിചയമില്ലാത്ത സഹോദരി. സ്തോത്രം. വേഗം ഓടി കഥ വാതിൽ തുറക്കുന്നതിന് മുന്നമേ തന്നെ അടുക്കളയ്ക്കകത്ത് പോയി. ഞാൻ വിലക്കി അങ്ങോട്ട് പോകേണ്ട സഹോദരി, ഇവിടെ നിൽക്കുകയല്ല. എൻ്റെ സ്തോത്രം. അടുക്കളയിൽ ചെന്ന് പിറകെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നിന്ന് ദൈവത്തെ സ്തോത്രം കരങ്ങളെ ഉയർത്തി സ്തുതിക്കുകയാണ്. സ്തോത്രം. ഓരോ പാത്രങ്ങളും തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് ആ സഹോദരി ദൈവത്തെ മഹത്വപ്പെടുത്തു. എൻ്റെ ചേച്ചി മക്കളും ഇവിടെ ഇങ്ങനെ വിശന്ന് ഇരിക്കുന്നത് കണ്ടിട്ടാണല്ലോ എൻ്റെ യേശു എത്ര വലിയവനാണ്. എൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടി സാധനം വാങ്ങി എൻ്റെ മാതാപിതാക്കൾ കൊണ്ടുപോകാൻ ഞാൻ പോയപ്പോൾ എൻ്റെ യേശു എന്നോട് പറഞ്ഞു, അവിടെ എല്ലാം ഇന്ന് നീ പോകേണ്ടത്, ഇന്ന് നീ ഈ വഴിക്ക് പോവാ. എൻ്റെ മക്കൾ വിശന്നിരിക്കുന്നു. ആഹാരം ചോദിച്ചു എന്നല്ല എൻ്റെ അപ്പൻ പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല ചോദിക്കാൻ. എൻ്റെ മക്കൾ വിശന്നിരുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സ്തോത്രം. ആ സഹോദരി സ്തോത്രം എല്ലാ സാധനങ്ങളുമായി എൻ്റെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ സ്തോത്രം ദൈവത്തെ കണ്ട് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ എപ്പോഴും ദൈവത്തോട് സ്തോത്രം ഒരു കുഞ്ഞിനെ പോലെ ഇന്ന് ഞാൻ സംസാരിക്കും. എനിക്ക് എന്തെങ്കിലും പറയാൻ ഉപദേശിമാർ പറഞ്ഞാലും അതിനേക്കാൾ അപ്പുറമായി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ യേശുവിനോട് ഞാൻ ചോദിക്കും. സ്തോത്രം. അങ്ങനെ എൻ്റെ ബന്ധുക്കളുടെ ഭവനത്തിലെല്ലാം ഈ കല്യാണം കാര്യങ്ങളെല്ലാം വരുമ്പോഴും സ്തോത്രം അവിടെ എല്ലാം പ്രതീക്ഷിക്കും. ഞങ്ങൾ ഇന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും. പക്ഷെ ഞങ്ങൾക്ക് പോകാനും പറ്റില്ല, പോകാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഞങ്ങൾ ഭാരപ്പെട്ടു. ഒരു ദിവസം വരുന്നു ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ നമ്മളെ സഹോദരൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ തന്നെയാണ്. സ്തോത്രം. അങ്ങനെ 2-3 പേരിൽ നിന്ന് ഞങ്ങൾ കടം വാങ്ങി. സ്തോത്രം. കടം വാങ്ങിക്കൊണ്ട് ആ കല്യാണ വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ ചെന്നാൽ ഞങ്ങൾ പരിഹാസം പുച്ഛമാണ്. ജസ്റ്റ് ഒന്ന് പോയി തല കാണിച്ച് കൊടുക്കാനുള്ള കൊടുത്തിട്ട് ഞങ്ങൾ മടങ്ങി വരും. ആ പൈസ ഞങ്ങൾ പറഞ്ഞ് എൻ്റെ ഭർത്താവിൽ നിന്ന് അതുവരെ 4-5 വർഷമായിട്ട് ഒരു അറിവുമില്ല, ഒരു പൈസ യാതൊരു വരുമാനവും ഇല്ല. അപ്പോൾ പറഞ്ഞ് ഇന്ന് അച്ഛൻ പൈസ അയക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ പൈസ അയക്കുന്നില്ലെന്നോ ഒന്നും ഞങ്ങൾ ആരോടും പറയുന്നില്ല. അപ്പോൾ അവർ ആ പറഞ്ഞ ഡേറ്റിന് അവർ ചോദിച്ച പൈസ. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, ആ പൈസ തിരികെ ചോദിക്കും. നമ്മ എന്ത് വേണ്ടത്, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, നമുക്കൊന്നേ ഉള്ളു വഴി, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കാനായി തുടങ്ങിയപ്പോൾ ഞങ്ങൾ ലജ്ജിക്കാൻ അനുവദിക്കരുതേ. ഞങ്ങളെ കരങ്ങളിൽ ശൂന്യമാണ് അങ്ങ്. സ്തോത്രമില്ല. ഞങ്ങളുടെ മുഖം അങ്ങയുടെ വചനം ഇന്ന് ഞങ്ങൾക്കറിയാം, അന്നറിയില്ല. ഞങ്ങളുടെ മുഖത്ത് നോക്കിയാൽ ആരും ലജ്ജിച്ചു പോയില്ല. അവരുടെ മുഖം പ്രകാശിതമായി. ഞങ്ങൾ ലജ്ജിക്കാൻ അനുവദിക്കരുതേ. അവർ നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾക്കൊരാപത്ത് അനർത്ഥം വരാൻ വേണ്ടി അവർ നോക്കിയിരിക്കേണ്ട മുൻപിൽ ഞങ്ങൾ സ്തോത്രം ലജ്ജിച്ചു പോകരുതേ എന്ന് പറയുവാനിടയായി. അതുപോലെ എന്തോ ഒരു അത്ഭുതമാണ് എൻ്റെ കർത്താവ് ചെയ്തത്. 5-ാം തീയതി ഞങ്ങളൊരു ഡേറ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് 4-ാം തീയതി ആയപ്പോൾ 5000 രൂപ കൊടുക്കാനുള്ള അതേ 5000 രൂപയിലെ ഒരു ഡ്രാഫ്റ്റ് വരുവാനിടയായി തീർന്നു. സ്തോത്രം. അന്ന് ഞാൻ ദൈവത്തെ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രം പറഞ്ഞ അതേ ഡേറ്റിൽ എൻ്റെ കർത്താവ് സ്തോത്രം ആരോട് ചോദിക്കേണ്ടി വന്നില്ല, ആ പൈസ കൊടുക്കാനിടയായി തീർന്നു. അതുപോലെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ഭർത്താവിൽ നിന്ന് ഒരു കത്ത്, ഇനി നിന്റെ ഭർത്താവ് തിരിച്ചു വരുമോ എന്നെല്ലാം ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞങ്ങൾ ഒരു ചലഞ്ചിങ് പോലെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും തുടങ്ങി.
അപ്പോൾ ദൈവാത്മാവ് വീണ്ടും സംസാരിക്കും. നിങ്ങൾ സ്തോത്രം എൻ്റെ ഭർത്താവിൻ്റെ മടങ്ങി വരുവിന് വേണ്ടി പ്രാർത്ഥിക്കുക, നീ നിൻ്റെ മക്കളുമായിരുന്നു പ്രാർത്ഥിക്കുക, ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ സ്തോത്രം ഞങ്ങൾ ഹാലേലു പ്രാർത്ഥിക്കാനായി തുടങ്ങി. വരുമോ എൻ്റെ ഭർത്താവിന് ഒരു കത്ത് വരണം കർത്താവേ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഉപദേശിയ സിസ്റ്റേഴ്സ് എല്ലാം പറഞ്ഞു, ചേച്ചി വരും, അതൊന്നും ചേച്ചി വിഷമിക്കേണ്ട, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, വരുന്നാലും അല്ല ഒരു കത്തെങ്കിലും എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് വരണം എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി എൻ്റെ അപ്പൻ ജീവനോട് ഇരിക്കുന്നു എന്നറിഞ്ഞാൽ അവർക്കൊരു ആശ്വാസമായല്ലോ. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. പാസ്റ്റവൻ ചോദിക്കും, എൻ്റെ മക്കളും പറയും, അമ്മ പാസ്റ്റർ മുന്നിൽ വന്ന് നിൽക്കുന്നു, ചുമ്മാ കളിയാക്കിയൊക്കെ പറയും, വരാറേ ഇല്ല, കത്തും വരാറേ ഇല്ല. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പറഞ്ഞു, മക്കൾ പറഞ്ഞമ്മേ പാസ്റ്റർ വന്ന് നിൽക്കുന്നു. സ്തോത്രം. ഞാനിങ്ങനെ തീരുമാനമെടുത്തു. സ്തോത്രം. ബൈബിൾ എടുത്ത് വെച്ചിട്ട് ഞാൻ കൈവച്ചു, ഒന്നും അതിനകത്ത് വയ്ക്കാനോ കാഴ്ച നേർച്ച ഒന്നുമില്ല. ഞാൻ എന്നാൽ പറയും, കർത്താവേ എൻ്റെ ഭർത്താവ്, ഞാൻ ഈ ഇതിൽ വിശ്വസിക്കുന്നു, ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. സ്തോത്രം. ഹാലേലൂയ. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ജീവനോട് ഇരിക്കുന്നു, വിശേഷം ഒരു കത്തെങ്കിലും. അങ്ങനെ ഒരു കത്ത് അന്നും എൻ്റെ കർത്താവ് സ്തോത്രം ഒരു കത്ത് വന്നു. പോസ്റ്റ്മാൻ മുന്നിൽ വന്ന് നിന്ന് കത്ത് തരുവാനിടയായി. സ്തോത്രം. ഈ കത്തിനെ ഉയർത്തിപ്പിടിച്ച് എൻ്റെ അപ്പനെ ഉയർത്തി ഞാൻ ഹാലേലൂയ സ്തോത്രം പറയുവാനിടയായി. പ്രിയ സഹോദരി, അങ്ങനെ സ്തോത്രം ഹാലേലൂയയുടെ ജീവിതം ചോദിച്ചു, നിന്റെ ഭർത്താവിനെ തിരിച്ചു വരുമോ? ഞാൻ പറഞ്ഞു, സ്തോത്രം വരും. ഹാലേലൂയ. വന്നാൽ നിന്നെ സ്വീകരിക്കുമോ? അതെനിക്കറിയില്ല. സ്തോത്രം. പക്ഷെ ജീവനോടെ വരും. അത് എങ്ങനെ അറിയാം? എൻ്റെ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇന്ന് ജീവിക്കുന്നത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ബൈബിളിനകത്ത് സത്യവേദ പുസ്തകത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്ന സത്യവചനം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് മരിച്ചവരിൽ ലാസറിനെ 4-ാം ദിവസം ഉയർപ്പിച്ചത് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് ലോകം വിധി എഴുതിയാലും മരണത്തെ ജയിച്ചവൻ ഹാലേലൂയ എൻ്റെ കുടുംബത്തിനകത്ത് ഇന്ന് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് എൻ്റെ ഭർത്താവ് മരിച്ചാൽ ജീവനോടെ കൊണ്ടുവരും എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്ന് പറയാൻ എളുപ്പമാണ് സഹോദരങ്ങളെ. ഞങ്ങൾ ഉപവസിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഈ നിന്നെ മാറ്റിത്തരണമേ, എൻ്റെ ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണമേ. ദൈവദാസന്മാർ വരുമ്പോഴെല്ലാം പറയും, വരാൻ പ്രയാസമാണ്, അവിടെ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നു. രണ്ടും കൽപ്പിച്ചു എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം, കുരുക്കുകളെ അഴിച്ചു ദൈവം പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായി തുടങ്ങി. സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഇത്രയെല്ലാം ഞങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യന് സാധനം പോലും തരുന്നില്ല. ഞങ്ങൾക്ക് സ്തോത്രം, എങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകും കർത്താവേ? എങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയും പരിവാട്ടും പച്ച വെള്ളമല്ലേ കുടിച്ചുകൊണ്ട് നിന്ന് ജീവിക്കുന്നത്? എന്താണ് കർത്താവേ ഞാൻ ഇതിനേക്കാളും മരിച്ചാൽ മതിയായിരുന്നല്ലോ. ഇത് മരിച്ച അന്നത്തേക്കാൾ 10 മടങ്ങ് പ്രതികൂലമാണല്ലോ ഇന്ന്. ഇതെങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും? അപ്പോഴെൻ്റെ കർത്താവ് പറഞ്ഞു, മകളെ, ഞാൻ സഹിച്ചതുപോലെ അന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ആ സമയത്ത് ആരുമില്ലാതെയായി. ഇന്ന് ഞാനില്ലേ നിങ്ങളെ കൂടെ? ഒരിക്കൽ ഞാൻ എൻ്റെ കർത്താവിനോട് കർത്താവേ, ബന്ധുക്കളും സ്വന്തക്കാരും ഇത്രയും വലിയ കുടുംബത്തിലും എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു വ്യക്തികൾ പോലും ഞങ്ങൾക്ക് അനുകൂലമായി ഇല്ലല്ലോ അപ്പാ. എൻ്റെ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഹാലേലൂയ, ഈ ലോകത്ത് എല്ലാവരും ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? അതിനേക്കാൾ ഞാൻ പോരെ എന്ന് എൻ്റെ കർത്താവ്. ഒരിക്കലും ഞാൻ ഇതുപോലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ ഇതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിച്ച് ചോദിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തോട് അങ്ങനെ. ഞാൻ പറയും, ഞാൻ പിന്നെ ആരോടാണ് ചോദിക്കേണ്ടത്? എന്നെ രക്ഷിച്ച ഈ യേശുവിനോട് അല്ലാതെ ഞാൻ പിന്നെ ആരോടാണ് ഞാൻ സംസാരിക്കേണ്ടത്? അങ്ങനെ ഞാൻ പറഞ്ഞു, സ്തോത്രം, അങ്ങനെ ഞാൻ എൻ്റെ കർത്താവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു നിന്ന് എൻ്റെ ഇടത് കവിളിൽ 3 ചുംബനം തന്നു. സ്തോത്രം. അന്നൊന്നും ഈ വചനം എനിക്കറിയില്ല, പിറ്റേന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കും അറിയില്ല. ഞാൻ സഹോദരിമാരോട് പറഞ്ഞു, ഇങ്ങനെ ബൈബിൾ അപ്പോൾ തെസ്സലോനിയർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധന്മാർക്ക് വിശുദ്ധ ചുംബനം കൊടുക്കുന്ന വചനം അവർ എടുത്ത് തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നു. സ്തോത്രം. അങ്ങനെ ഈ 7 വർഷം 91 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിൽ സ്തോത്രം ഈ 3 വർഷം കൊണ്ട് ഞങ്ങൾ ഭയങ്കര നല്ല ഒരു വിശ്വാസ ജീവിതം, ഉറച്ച ഒരു വിശ്വാസമായി തീർന്നു. അപ്പോൾ 97 ആയപ്പോൾ എൻ്റെ ഭർത്താവ് തിരിച്ചു വന്നു. സ്തോത്ര, ഹാലേലൂയ. എല്ലാവരും അമ്പരപ്പിച്ചുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പറഞ്ഞവരുടെ മുൻപിൽ എൻ്റെ ഭർത്താവ് ആരോഗ്യത്തോടെ, പാസ്പോർട്ടും ഇല്ല, ഇക്കാമയൊന്നുമില്ല, അത് വന്നവർ ഭയങ്കര അത്ഭുതമായിരുന്നു ദൈവം കൊണ്ടുവന്നത്. ദിനത്തിൽ പറയുവാൻ ഞങ്ങൾ ഈ അനുഭവിച്ചതെല്ലാം എഴുതി വച്ചിരുന്നു. സാക്ഷ്യമായി എൻ്റെ ഭർത്താവിനെ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞ്
ഞങ്ങൾ എഴുതി വച്ചിട്ട് സ്തോത്രം അന്ന് പെട്ടെന്ന് ഇതെല്ലാം ദൈവാലോചന ഉണ്ടായിരുന്നു. പെട്ടെന്ന് വരും ഒരു പൈസ പോലും ഇത്രയും വർഷം കഴിഞ്ഞ് വന്നപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ 100 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. ജയിലിലൊക്കെ കിടന്നിട്ടാണ് വന്നത്. അപ്പോഴും സ്തോത്രം ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് വരുമ്പോൾ ഈ കിണ്ടി വിളക്കും കിണ്ടി ഇതെല്ലാം ഞാൻ എടുത്ത് അവലിയാർമാരൊക്കെ വിറ്റു. ഈ യേശുവിനെ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെ വീട്ടിലിരുന്ന സ്തോത്രം എല്ലാ വിഗ്രഹങ്ങളും ഫോട്ടോസും സകലതും ഒരു ചാക്കെടുത്ത് അതിൽ വാരിക്കെട്ടി ഈ യേശു മാത്രം എൻ്റെ വീട്ടിനകത്ത് മതി. ഇതെല്ലാം ഇരുന്നിട്ടും നമുക്ക് സമാധാനം ഇല്ലായിരുന്നല്ലോ. ഇതിനെല്ലാം ആരാധിച്ചിട്ടും നമുക്ക് സമാധാനം തന്നില്ലല്ലോ. ഇതിന് സ്തോത്രം അതുകൊണ്ട് എൻ്റെ യേശുവിനെ മാത്രം ഹാലേലൂയ സേവിച്ചാൽ മതി. എൻ്റെ യേശു മാത്രം ഇന്നും അന്നും എൻ്റെ വീട്ടിനകത്ത് മതി എന്ന് പറയുവാനാണ്. അങ്ങനെ ഒരു ചാക്കെടുത്ത് എല്ലാം വാരിക്കെട്ടി അവലിയാർക്ക് ഞാൻ കൊടുത്തു. അവർ പറഞ്ഞു, അയ്യോ ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ദൈവങ്ങളല്ലേ. സ്തോത്രം ഞാൻ പറഞ്ഞു, മനുഷ്യർ ഉണ്ടാക്കുന്നതല്ല ദൈവം, ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ കൊണ്ടുപോയിക്കോ, അവല് തരാം, വേണ്ട ഇതിൻ്റെ വിലയൊന്നും ഞങ്ങൾക്ക് വേണ്ട, കൊണ്ടുപോയി മാറ്റി തന്നാൽ മതി എന്ന് പറയുവാനിടയായി. അങ്ങനെ സ്തോത്രം എൻ്റെ ഭർത്താവ് വന്നപ്പോഴും ഞങ്ങൾ കിണ്ടിയില്ല, വിളക്കില്ല, ഓരോ മക്കളുടെയും പേരെഴുതിയുള്ള വിളക്കുകളും പാത്രം ഇതെല്ലാം എടുത്ത് മാറ്റി. എന്ന് പറഞ്ഞാൽ സ്തോത്രം ഇതിരുന്നാൽ ഇതിനെ കത്തിക്കാൻ പറയുമല്ലോ. അതുകൊണ്ട് വന്നതിൻ്റെ അന്ന് എന്നെ സ്തോത്രം ഹാലേലൂയ ഞങ്ങൾ പായിട്ട് സന്ധ്യയായപ്പോൾ പായിട്ട് സ്തോത്രം പാട്ട് ബുക്കും ബൈബിളും എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനായി തുടങ്ങി. സ്തോത്രം അപ്പോൾ എൻ്റെ ഭർത്താവ് ചോദിച്ചു, ഇതുവരെ ഞാൻ കാണാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ കാണുന്നത്, എന്ത് സംഭവിച്ചു? എൻ്റെ കുഞ്ഞുങ്ങൾ എഴുതി വച്ചിരുന്ന അനുഭവങ്ങളെ എടുത്ത് കാണിച്ചിട്ട് ഇതെല്ലാം സ്തോത്രം കാറ്റിൽ വലിച്ചു നുള്ളി കീറി അങ്ങ് എൻ്റെ ഭർത്താവ് കളഞ്ഞു. ഇതൊന്നും എനിക്കറിയണ്ട, ഇതുവരെ എങ്ങനെ ജീവിച്ചുവോ അതുപോലെ മരണം വരെ അതുപോലെ ഇവിടെ നടക്കൂ, മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ഇവിടെ ജീവിക്കാൻ പറ്റൂ എന്ന് പറയുവാനിടയായി. സ്തോത്രം ഞങ്ങൾ അന്ന് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. സ്തോത്ര ഹല്ലേലൂയ. പിറ്റന്നോട്ട് ഞങ്ങൾ വീണ്ടും ഇത് തന്നെ ഞങ്ങൾ ഈ വിശ്വസിച്ച വിശ്വാസ പ്രമാണത്തിൽ തന്നെ മുറുകെ പിടിച്ചു. അന്ന് മുതൽ സ്തോത്രം എൻ്റെ ഭർത്താവ് വരവിന് വേണ്ടി 4 വർഷക്കാലം നിരന്തരമായുള്ള കണ്ണുനീരിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി നാട്ടിൽ വന്ന അന്ന് മുതൽ 3 വർഷം 2000 വരെ എന്നെ നിരന്തരമായുള്ള ഉപദ്രവമായിരുന്നു. സ്തോത്ര എൻ്റെ കൈ കൊണ്ടോ എന്നെ പുറത്തിറക്കുകയോ എന്നെ സ്തോത്ര അടുക്കളയിൽ അല്ലാതെ എനിക്കൊരു സ്ഥാനമില്ല. ഒരു കല്യാണമോ ഒരു കാര്യം വന്നാൽ എന്നെ ബന്ധുക്കൾ പറഞ്ഞു വരട്ടെ, കാണിച്ചു കൊടുക്കുക, അമ്മയിലും മക്കളെയും വിശ്വാസം അതുകൂടെ പോകുമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഇത് പറയും, സ്തോത്ര പിരിയേറ്റി എങ്ങനെയും അവരെ തിരിച്ചു കൊണ്ടുവരണം, അമ്പലത്തിൽ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് അവരെ സ്തോത്രം പറയും. അങ്ങനെ അവരോട് പറയും, അവർ ദൈവത്തെ വിശ്വസിച്ചല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് എന്നെ ഉപദ്രവിക്കുമായിരുന്നു. എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാതെ നീ നാണം കെടുത്തി എൻ്റെ കുഞ്ഞുങ്ങളെ നീ നശിപ്പിച്ചത് കൊണ്ടല്ലേ എനിക്ക് അവിടെ എല്ലാം നഷ്ടപ്പെട്ടത്. സ്തോത്രം ഇവിടെ നീ ക്രിസ്ത്യാനികളെ വിളിച്ച് വീട്ടിൽ കയറ്റിയത് കൊണ്ടല്ലേ എനിക്കെല്ലാം നഷ്ടപ്പെട്ടത്. ഈ വീട് അശുദ്ധമാക്കിയത് നീ ഒറ്റ ഒരുത്തി നിമിത്തമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. എൻ്റെ എന്തിനും ഏതിനും നിരന്തരമായി എനിക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യമില്ല, ദൈവമക്കൾ ഭരണത്തിൽ വരാനോ എനിക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമോ ഒന്നുമില്ല. സ്തോത്രം അങ്ങനെ വെള്ളം കൊണ്ട് കൊടുത്താൽ കുടിക്കില്ല. സ്തോത്രം തട്ടിയെറിയുമായിരുന്നു. സ്തോത്രം ഈ ജാതി പറഞ്ഞ് സ്തോത്രം ക്രിസ്ത്യാനികളെ എല്ലാം ജാതി പറഞ്ഞ് അപമാനിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാത്രവും ഗ്ലാസും എൻ്റെ ഭർത്താവ് പ്രത്യേകം വാങ്ങിച്ചു വെച്ചു, ഇതിൽ മാത്രം എനിക്ക് തന്നാൽ മതി, ഇതിനകത്തൊന്ന് ക്രിസ്ത്യാനികൾ കുടിക്കുകയും കഴിക്കുകയും ചെയ്ത പാത്രത്തിലൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ നിരന്തരമായി വന്നതിന് ശേഷം പലവട്ടം പുറത്തിറങ്ങി നാട് വിട്ടു പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴെല്ലാം ഞങ്ങളെ പ്രാർത്ഥന, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായി ഒന്നും പറയാതെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് എൻ്റെ ദേവദാസന്മാർ പറയും, ആൻറ്റി മാത്രമാണല്ലോ മക്കൾ വലിയ വിശ്വാസം, പുള്ളിക്കാരൻ പൈശാച് ബന്ധനത്തിന് അമ്പല സ്വന്തമായ ക്ഷേത്രം ഇതെല്ലാം ഉള്ള ഒരു അനുഭവമില്ലാത്ത മനുഷ്യനാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. നമുക്കെല്ലാവർക്കും ആയിരക്കണക്കിന് വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. ഞങ്ങൾ മാത്രമല്ല, ഈ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ആയിരക്കണക്കിന് വിശ്വാസിയുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് ഒരു കോട്ടയായിരുന്നത്. സ്തോത്ര പോലീസ് കേസും എല്ലാം അവിടെ എല്ലാം ദൂതന്മാർ ഇറക്കി എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് സ്തോത്രം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. ഹല്ലേലൂയ. ഒരു പണിക്ക് ആരെയും വിളിച്ചാൽ ആരും വിടില്ല. സ്തോത്രം അവിടെ എല്ലാം അവർ പോലും പറഞ്ഞ് ഈ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്. എവിടെ എല്ലാം ദൂതന്മാർ ഇറങ്ങി സംസാരിക്കുന്നത് പോലെ ഞങ്ങൾ സംരക്ഷിച്ചു. എൻ്റെ ഭവനത്തിന് ചുറ്റും ദൂതൻ. അങ്ങനെ എൻ്റെ ഭർത്താവ് 4 വർഷക്കാലം
പോലെ നിരന്തരമായി എൻ്റെ ശരീരം മുഴുവൻ മുറിവും ചതവും നെറ്റി മുഴച്ചു അങ്ങനെ ബൈബിൾ ചവിട്ടി ദൂരെ എറിയും, ബൈബിളിൽ ചവിട്ടി നിൽക്കും. സ്തോത്രം. വലിച്ചെറിയും. അന്ന് വരെ കേട്ടിട്ടില്ലാത്ത അസഭ്യം എന്നെ വിളിക്കും. എൻ്റെ ശരീരത്തിലും ശാരീരികമായി മാനസികമായി ഹല്ലേലൂയ എൻ്റെ ആത്മാഭിമാനത്തെ പോലും മുറിവേൽപ്പിക്കുന്ന രീതിയിൽ ഈ സുവിശേഷത്തെ പ്രതി എൻ്റെ ഭർത്താവ് എന്നെ അപമാനിച്ചു, നിന്ദിച്ചു, പരിഹസിച്ചു. എന്നെ ഡിവോഴ്സിന് വേണ്ടി ബന്ധുക്കൾ എടുക്കൽ ഹല്ലേലൂയ സഹോദരങ്ങളെ അറിയിച്ചു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് സ്തോത്രം, എൻ്റെ സഹോദരങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ കൂടെ എന്നെ കല്യാണം കഴിച്ച് അയച്ചു. ഇത് ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ ഞാൻ തന്നെ സഹിച്ചോളാം. എൻ്റെ സഹോദരങ്ങളെ ഇതൊന്നും അറിയിക്കണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് സ്ഥാനമില്ലെങ്കിൽ ഞാൻ മാറിത്തരാം. എന്നാൽ ഈ യേശുവിനെ വിട്ട് ഞാൻ ഇനി മറ്റൊരു ജീവിതം എനിക്കില്ല. എൻ്റെ ഭർത്താവിൻ്റെ സഹോദരന്മാർ ഒന്ന് ചോദിച്ചു, ചേട്ടത്തിക്ക് സ്തോത്രം ഹല്ലേലൂയ എൻ്റെ സഹോദരനെയാണോ ഇഷ്ടം, അത് നിങ്ങളുടെ യേശുവിനെയാണോ? ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവിനെയാണ് ഇന്ന് എനിക്ക് ഇഷ്ടം. സ്തോത്രം. എന്നെ രക്ഷിച്ച എൻ്റെ നാഥനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ മരണപാശങ്ങളെ അഴിച്ചു സ്തോത്രം രക്ഷിച്ച ഈ യേശുവിനെയാണ് ഇന്ന് എനിക്ക് ഏറെ ഇഷ്ടം. കാരണം എൻ്റെ ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രമുണ്ട്. 9 സഹോദരങ്ങളിൽ സ്തോത്രം ഇന്ന് ചിലർ മാത്രമേ ഈ ഭൂമിയിൽ ജീവനോടെയുള്ളൂ. എൻ്റെ അവർ പറഞ്ഞ ജാതകപ്രകാരം അവർ വിശ്വസിച്ചു. അത് തന്നെ അവരുടെ ജീവിതത്തിൽ അകാല മരണങ്ങളാണ്. എല്ലാ ആത്മഹത്യയാണ് ആ കുടുംബത്തിൽ നടന്നിട്ടുള്ളത്. എൻ്റെ ഭർത്താവിനും 55 വയസ്സ് വരെ മാത്രമേ ആയുസുള്ളൂ എന്ന് ജാതകം എഴുതി വച്ചിരുന്നു. സ്തോത്ര. 53-ാമത്തെ വയസ്സിലാണ് എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് എൻ്റെ ഭർത്താവിന് 77 വയസ്സായി. അങ്ങനെ പിന്നെ ഈ 3 വർഷത്തെ നിരന്തരമായുള്ള പീഡനങ്ങളും ഉപദ്രവവും ഞാൻ സ്തോത്ര പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. ഞാൻ ബാത്റൂമിൽ ചെന്നിരുന്ന് കരയും. സ്തോത്രം. ഞാൻ സ്തോത്രം മരത്തിന്റെ ചുവട്ടിൽ ചെന്നിരിക്കും. ടോയ്ലറ്റിലും സ്തോത്രം വിറക് വിരയിലും തേങ്ങയിടുന്ന റൂമിലും പറമ്പിലും എല്ലാം ഇദ്ദേഹം പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇദ്ദേഹം ഒന്ന് ഇറങ്ങി തന്നാൽ മതി. എൻ്റെ യേശുവിൻ്റെ സാമീപ്യമാണ് എനിക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ട് സ്തോത്രം ഹല്ലേലൂയ എൻ്റെ ഭർത്താവ് ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എൻ്റെ ഭർത്താവ് ഒരു ഫോൺ കോൾ വരും, എൻ്റെ ഭർത്താവ് ഇറങ്ങിപ്പോകും. ഞാൻ അപ്പോൾ മുഴങ്കാൽ മടക്കി അന്നും അതുവരെ കെട്ടി നിന്ന സങ്കടമെല്ലാം എൻ്റെ കണ്ണിൽ കൂടി ഒഴുകുമ്പോൾ അതുപോലെ ഞാൻ പ്രാർത്ഥിക്കുമെന്നറിയാമെന്ന് എൻ്റെ ഭർത്താവ് അതേപോലെ തിരിച്ചു കയറി വരും. സ്തോത്രം. വന്ന് എന്നെ ചവിട്ടും. വീണ്ടും നീ കരഞ്ഞി കുടുംബം മുടിക്കാനാണോ തുടങ്ങി എന്നെ ചവിട്ടി തെറിപ്പിക്കും. സ്തോത്രം. അപ്പോഴൊന്നും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു സങ്കടവുമില്ല. എനിക്ക് ആഗ്രഹം എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ എനിക്ക് പോകണം, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവിടെ മുട്ടി അതൊക്കെ അപ്പന് ഇഷ്ടമല്ലേ? ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ. സ്തോത്ര. ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ച ദൈവം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം അന്നും ഇന്നും എൻ്റെ അപ്പൻ സാധിപ്പിച്ചു തരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. പിതാവേ, എനിക്ക് ഇന്ന് അപ്പൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് എൻ്റെ ഭർത്താവിനെ അവിടെ ഇടയിൽ മാറ്റും. ഞാൻ വേഗത്തിൽ തന്നെ ഡ്രസ്സ് അന്നും ഇന്നും എനിക്ക് സാരി ഉടുക്കാനും തുണി ഉടുക്കാനും താമസമില്ല. അന്നത് ശീലമായി വേഗം തന്നെ ഞാൻ സ്തോത്ര ആവേശത്തോടെ എൻ്റെ സാരി എടുത്ത് ഉടുക്കും. ഞാൻ ഒറ്റ ഓട്ടം കൊണ്ട് സ്തോത്ര ആരാധനയ്ക്ക് പോകും. അവിടെ ഇരുന്ന് ഞാൻ കരയും, ഞാൻ പ്രാർത്ഥിക്കും. അവിടെ ഉള്ളവർ എനിക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ഭർത്താവിൻ്റെ മടങ്ങി വരും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ഭർത്താവ് സ്തോത്രം ചെയ്യുന്ന ഹാലയിൽ തിരിച്ച് ഞാൻ വേഗത്തിൽ വന്ന് ഞാൻ തിരിച്ചു വേഗം വന്ന് ഡ്രസ്സെല്ലാം മാറി ഒന്നും അറിയാത്തതുപോലെ ഞാൻ നിൽക്കുമ്പോഴേ എൻ്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് വീട്ടിലെത്തിക്കുകയുള്ളൂ. സ്തോത്രം. അങ്ങനെ അന്ന് തുടങ്ങിയ ഈ പ്രാർത്ഥനയാണ് പ്രിയ സഹോദരങ്ങളെ ഇന്നും തോരാത്തതുപോലെ 24 മണിക്കൂറിനും പ്രാർത്ഥന ജീവിതമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം. നമ്മളെ കുടുംബങ്ങളെ തലമുറകളെ പണിതെടുക്കുന്നത്. സ്തോത്ര. അങ്ങനെ സ്തോത്ര 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം, നിരന്തരമായി ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ എൻ്റെ ഇളയ മകൻ അന്ന് നോർത്ത് ഇന്ത്യയിൽ പോയി സ്തോത്ര മിഷനറി ആയി പോയി. അപ്പോഴെൻ്റെ സ്തോത്ര ഭർത്താവ് സമ്മതത്തോടെ അല്ല അയച്ചത്. അപ്പോഴും എന്നെ ഉപദ്രവിക്കാൻ, നീ നിമിത്തമാണ് എൻ്റെ സ്തോത്ര കുഞ്ഞ് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് അപ്പോഴും എൻ്റെ മേൽ തന്നെ ഉപദ്രവമായിരുന്നു. സ്തോത്രം. എങ്ങനെയും സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്നെ ഒഴിഞ്ഞു കിട്ടണം എന്നുള്ള ഒറ്റ താല്പര്യമായിരുന്നു. അങ്ങനെ സ്തോത്രം. ഒരു ദിവസം എൻ്റെ മൂത്ത മകൻ പറഞ്ഞു, ഡാഡി നമുക്ക് ഒരു തീരുമാനം ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മകൻ പറഞ്ഞു, അമ്മയെ ഉപദ്രവിക്കല്ലേ ഡാഡി, അമ്മയെ ഉപദ്രവിക്കരുത്, അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒന്നും മനസ്സിലാകില്ല. അങ്ങനെ ഒരു ദിവസം എൻ്റെ മൂത്ത മകൻ പറഞ്ഞു, ഇവിടെ 10 ദിവസത്തെ തിരുവനന്തപുരത്ത് 10 ദിവസത്തെ ഒരു സ്തോത്ര പവർ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഡാഡിക്കൊന്ന് വരാമോ എന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, നിർബന്ധിച്ച് ചോദിച്ചു, ആ 10 ദിവസം മാത്രം മതി,
ഒന്നുകിൽ സ്തോത്രം ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന ഈ യേശു സത്യമാണെന്ന് എൻ്റെ പിതാവിന് മനസ്സിലായില്ല എങ്കിൽ എൻ്റെ ഡാഡി വിളിക്കുന്നിടത്ത് ഞങ്ങൾ വരും. സ്തോത്രം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഡാഡി നിൽക്കണം എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കാനായി. അങ്ങനെ ഒരു ദിവസം സ്തോത്രം സ്തോത്രം എൻ്റെ ഭർത്താവിനെയും ഞാൻ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയി 10 ദിവസത്തെ ഒരു മീറ്റിങ്ങിന് പോയി ചേരുന്നു. എൻ്റെ മക്കൾ പറഞ്ഞ അമ്മ ഒന്നും ശ്രദ്ധിക്കാനേ പോണ്ട, അമ്മ ആരാധിച്ചുകൊണ്ടിരുന്നാൽ മതി. അങ്ങനെ 9 ദിവസവും എൻ്റെ ഭർത്താവ് എല്ലാവരെയും പരിഹസിച്ചുകൊണ്ട്, എൻ്റെ അമ്പലത്തിൽ പോലും ഞാൻ തുള്ളിയിട്ടില്ല, ഞാൻ അനങ്ങിയിട്ടില്ല. ഇവിടെയൊക്കെ കോമാളിത്തരം ഭ്രാന്തന്മാർ കൂടിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കി എൻ്റെ ചുവട്ടിൽ, നീ ആരാധിച്ച നിന്റെ ചുവട്ടിൽ ഞാൻ അടിക്കുമെന്ന് കൈയും കൊണ്ട് പോകാൻ അവിടെ എന്നെ അടിക്കാനും ഉപദ്രവിക്കാനും വന്നു. അങ്ങനെ സ്തോത്രം 9 ദിവസം കണ്ണും തുറന്ന് അവിടെ ഇരുന്നു എൻ്റെ ഭർത്താവ്. ഇല്ല, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു 9 ദിവസം അവിടെ ഇരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെയുള്ള എല്ലാവരും, സംഘാടകർ എല്ലാവരും പറഞ്ഞു, ഇപ്പോഴെങ്കിലും ഇത്രയും കടുംപിടുത്തം ത്തിലിരിക്കുന്ന ഈ അങ്കിളിനെ സ്തോത്രം ഇപ്പോൾ ദൈവം തൊട്ടില്ലെങ്കിൽ അടുത്ത ബാച്ചിനെങ്കിലും തൊടും. ഞാൻ പറഞ്ഞു ഇല്ല, ഇന്ന് ഈ 10 ദിവസത്തിനകം എൻ്റെ ഭർത്താവിനെ എൻ്റെ യേശു തൊട്ടില്ല എങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ തിരിച്ചു പോകുകയില്ല. ഞാനൊരു സ്തോത്രം മിഷണറി സംഘടനയോട് കൂടി ചേർന്ന് എൻ്റെ അപ്പൻ്റെ സേവ ഞാൻ ചെയ്യും. കാരണം എൻ്റെ ഭവനത്തിൽ പോയാൽ എനിക്ക് സമാധാനത്തോടെ എൻ്റെ കർത്താവിനെ ആരാധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകില്ല എന്ന് പറയുവാനിടയായി, പ്രിയമുള്ളവരെ. പക്ഷേ എൻ്റെ യേശു ശബ്ദം അത് കേട്ടു, എൻ്റെ കർത്താവ് കേട്ടു. ആ 10ാമത്തെ ദിവസം തീരുന്നതിന് മുന്നമേ എൻ്റെ ഭർത്താവ് അവിടെ ഇരുന്ന് ആരാധിച്ചതിനേക്കാൾ അധികമായി ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അതിന് ശേഷമാണ് എൻ്റെ ഭർത്താവ് ബൈബിൾ കൈകൊണ്ട് തൊടുന്നത്. അന്ന് ഞാൻ വരുന്നതുവരെ ഞാൻ സ്നാനപ്പെട്ടില്ല. ദൈവവചനം എന്നോട് ഇടപെട്ടെങ്കിലും സ്തോത്രം പലപ്പോഴും ഞാനൊരു തീരുമാനമെടുത്തു. ഈ അവിശ്വാസിയായ എൻ്റെ ഭർത്താവിനെ നോക്കി ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ഭർത്താവ് ഒരുമിച്ച് സ്നാനപ്പെടുകയുള്ളൂ. ആ തീരുമാനം പോലും എൻ്റെ യേശു കേട്ടു. സ്തോത്രം. അന്ന് ഞാൻ അങ്ങോട്ട് പറയില്ല എന്ന് പറഞ്ഞ് അതുപോലെ അഭിഷേകം പ്രാപിച്ച എൻ്റെ ഭർത്താവ് സ്തോത്രം ഹല്ലേലൂയ വന്ന് പറഞ്ഞു, നീ സ്നാനപ്പെടും, നമുക്ക് ഒരുമിച്ച് സ്നാനപ്പെടാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരേ കുളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് തിരിച്ച് സന്തോഷത്തോടെ വന്നിട്ട് പിറ്റേ ഞായറാഴ്ച എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ഒരുമിച്ച് ആലയത്തിൽ പോകുവാനിടയായി. സ്തോത്രം. അങ്ങനെ സ്തോത്രം രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് ദിവസനെ നിൽക്കുന്നു. സ്തോത്രം. പിന്നെ ഞങ്ങൾ സ്തോത്രം അവിടെ നിന്ന് ഞങ്ങളെ സ്തോത്രം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ എൻ്റെ ഭർത്താവ് കൂടി വിശ്വാസത്തിൽ വന്നപ്പോൾ നാട്ടിൽ ഒരു വിധത്തിൽ നിൽക്കാൻ പറ്റാത്തതുപോലെ വന്നു. അങ്ങനെ സ്തോത്രം എൻ്റെ ഇളയ മകൻ ഒരു ദൈവശബ്ദം കേട്ട് തൊടുപുഴയിൽ നിന്ന് ഞങ്ങൾ ഈ സ്തോത്രം റേഡിയോ പ്രോഗ്രാമിൽ കൂടി മാത്രമേ കേട്ടിട്ടുള്ളൂ. എന്നാലും ദൈവശബ്ദത്തിന് ഞങ്ങൾ ചെവി കൊടുത്തു. അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അവിടെ നേർച്ചയും കാഴ്ചയും 3 മാസം ഇവരെ ഇവിടെ ഈ ദേശത്ത് നിർത്തുകയില്ല എന്ന്, ഒന്നുകിൽ ഇവർ മരിച്ചിവിടെ തീരണം, ഇല്ലെങ്കിൽ നാട് വിട്ടു പോകണം. എന്തായാലും ഞങ്ങൾ അവിടം വിട്ട് എല്ലാം വാരിക്കെട്ടി, പൈസ ഇല്ലല്ലോ, എല്ലാം വാരിക്കെട്ടി വണ്ടിയിൽ കയറ്റി ഞങ്ങൾ തൊടുപുഴ ലക്ഷ്യമാക്കി പോയി. അവിടെ ഞങ്ങൾക്ക് ആരുമില്ല. സ്തോത്രം. എൻ്റെ ഇളയ മകന് ഒരു പരിചയക്കാരി സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അവരെ വിളിച്ച് പറഞ്ഞ്, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം അവിടെ കിട്ടുമോ എന്ന്. വാടക കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്ന് ചോദിച്ചു. സ്തോത്രം. അപ്പോഴവിടെ സ്തോത്രം നിങ്ങൾ ഇനി പോന്നാൽ മതി, നോക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രാത്രി 1 മണിയായപ്പോൾ തൊടുപുഴ ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ ഒരു വാഹനത്തിൽ ഒരു ഫാമിലി ഞങ്ങളെ നോക്കി നിൽക്കുന്നു. സ്തോത്രം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവനന്തപുരത്ത് ഒന്നുമില്ലാത്തതുപോലെ മിഷണറി കുടുംബമായി ഇറങ്ങി തിരിച്ച നിങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ സ്വീകരിക്കാൻ ദൈവാത്മാവ് പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ അവിടെ ദൈവം ഒരുക്കി. അങ്ങനെ ഞങ്ങൾ തൊടുപുഴ ചെന്നു. അവരുടെ ഭവനത്തിൽ വാടക കൊടുക്കാതെ ഒരു ഭവനത്തിൽ ഞങ്ങൾ ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ എല്ലാ സ്തോത്രം വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഞങ്ങൾ ഒരുമിച്ച് ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ റോമൻ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ തൊടുപുഴ മൊത്തം സ്തോത്രം വീടുകളിൽ ജാതി മത ഭേദമന്യേ എല്ലാവരുടെ വീടിലും കയറി ഞാനും എൻ്റെ മക്കളുമായി എൻ്റെ ഭർത്താവുമായി ഇറങ്ങി ഹൗസ് വിസിറ്റ് ഓരോ വീടുകളിലും ഞങ്ങൾ കയറി ഇറങ്ങി. അവിടെ എല്ലാം ഞങ്ങൾ ആരെന്നോ എന്തെന്നോ അറിയാത്ത ജനം പോലെ ദൈവം അയച്ചു പോയതുപോലെ എല്ലാവരും ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങളെ സ്തോത്രം ഞങ്ങൾ ഭക്ഷിക്കാൻ ആഹാരവും എല്ലാം തരുവാൻ ഇടയായി. അവിടെ ഒരു സഭയോട് ചേർന്ന് നിന്ന് ഞങ്ങൾ ആത്മാക്കളെ നേടുകയും അവിടെ സ്തോത്ര സ്നാനം സഭയോട് ചേർക്കുന്നതിന്
അനുഭവത്തിൽ മാത്രമല്ല പല പല വിഭാഗത്തിലുള്ള സഭകളെ എല്ലാം ഒന്നാക്കുവാനെല്ലാം എൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ദൈവം അവിടെ ഉപയോഗിച്ചു. സ്തോത്ര. അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം അവിടെ 28 മാസം അവിടെ നന്നായി വർക്ക് ചെയ്തു. അവിടെ ഒരു യൂത്ത് ഇൻഫാക്റ്റ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരെ ചേർത്ത് ഒരു മീറ്റിംഗ് കാര്യങ്ങൾ അതൊന്നും ഞങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തി അവിടെ സ്തോത്രം ഗ്രൗണ്ട് എടുത്ത് ആരാധനയും എല്ലാം അവിടെ നടക്കുവാൻ നന്നായി അവിടെ പ്രവർത്തിച്ചു. ഇന്ന് ഞങ്ങൾ മറക്കാൻ പറ്റാത്ത അനുഭവമാണ്. അവിടെ തൊടുപുഴ ഇടയ്ക്കിടെ ഞങ്ങൾ ഇന്നും പോകാറുണ്ട്, ആൾക്കാരുണ്ട്. അവിടെ നിന്ന് അടുത്ത് ഞങ്ങളുടെ ദൈവാത്മാവ് പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു. അതെന്താണെന്ന് ഇന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റി. എറണാകുളത്ത് ഞങ്ങൾ പോയി. സ്തോത്ര. അവിടെയും ചെന്ന് ഞങ്ങൾ വാടകയ്ക്ക് 15 എല്ലാം വിറ്റു പറയും 15 വർഷം ഞങ്ങൾ വാടകയ്ക്ക് മാറി 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 താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്ര. അങ്ങനെ എറണാകുളത്ത് പോയി അവിടെ വെച്ചാണ് ഞങ്ങൾ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഈ നായർ പയ്യന്മാർക്ക് ഇനി നിങ്ങൾക്ക് ആരെയാണ് കല്യാണം കഴിക്കാൻ പറ്റുന്നത്, ഏത് പെൺപിള്ളേരെ നിങ്ങൾ കെട്ടുമെന്ന് ചോദിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് കല്യാണമൊന്നും വലിയ വിഷയമേ അല്ല, എൻ്റെ യേശുവാണ് ഞങ്ങളെ വിഷയം, എൻ്റെ അപ്പൻ ഞങ്ങളെ കാര്യം നോക്കിക്കൊള്ളും. അങ്ങനെ പറയുവാനിടയായി. അങ്ങനെ എറണാകുളത്ത് വെച്ച് സ്തോത്രം എല്ലാം നിന്ദിച്ചവരുടെ മുൻപിൽ എല്ലാവരെയും കൂട്ടി വരുത്തി അവിടെ നല്ല സ്തോത്രം ഹാലയിൽ ഗ്രാൻഡായിട്ട് 2 മക്കളുടെ വിവാഹം എറണാകുളത്ത് വെച്ച് നടന്നു. 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തിയെടുക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ വിദ്യാഭ്യാസം കൊടുക്കാൻ മുടങ്ങിപ്പോയും പറ്റിയില്ല. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസമുള്ള 2 വ്യക്തിപരമായി ദൈവമായി ബന്ധമുള്ള 2 കുഞ്ഞുങ്ങളെ എൻ്റെ കുഞ്ഞുങ്ങൾ തരണമേ അപ്പ. അതുപോലെ എൻ്റെ അപ്പച്ചൻ കേട്ടു. ഇങ്ങനെയും പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് ഇന്ന് ഞാൻ ചോദിക്കും. സ്തോത്ര സൗകര്യമാരോട് ചോദിക്കും. കാരണം അതുപോലെ എൻ്റെ യേശുവിന് ഇഷ്ടമാണ്. ഹാലേലൂയ. വിദ്യാഭ്യാസം ജോലിയും ബാംഗ്ലൂരുള്ള 2 പെൺകുട്ടികളെ വ്യക്തിപരമായി നായർ കുടുംബത്തിലുള്ള 2 കുഞ്ഞുങ്ങളെ സ്തോത്രം ഇന്ന് അവർ ശുശ്രൂഷയിൽ തന്നെ ഞങ്ങൾക്ക് കുടുംബമായി തന്നെ നിൽക്കുന്നു. ഹാലേലൂയ. സ്തോത്ര കിട്ടി. അങ്ങനെ അവിടെ വച്ചായിരുന്നു എറണാകുളത്ത് വെച്ച് കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി. സ്തോത്രം 2002 ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട് 2011 ഡിസംബർ സ്തോത്രം ലാസ്റ്റ് ഞങ്ങൾ തിരികെ നെടുമങ്ങാട് വന്നു. സ്തോത്രം. ബാംഗ്ലൂരിൽ ഞങ്ങൾ പോയി. അവിടെ ഞങ്ങൾ പ്രവർത്തനം തന്നെ ഞങ്ങളെ ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യണം. പ്രായമാണ് ഞങ്ങൾക്ക്. എൻ്റെ അപ്പൻ്റെ വേല ചെയ്യണം. എൻ്റെ കർത്താവ് നോക്കുമ്പോൾ ഞങ്ങൾ എന്തിനാണ് മരണത്തെ ജയിച്ച് ഞങ്ങളെ വിടുവിച്ച് കൊണ്ടുവന്ന എൻ്റെ അപ്പൻ്റെ വേലയല്ലാതെ മറ്റെന്താണ് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ സ്തോത്രം സ്തോത്രം ഞാൻ മാത്രമല്ല, ഞാൻ ദൈവസേനയിൽ എടുത്ത തീരുമാനം 2 തലമുറകളെ എൻ്റെ അപ്പൻ എനിക്ക് തന്നു. ആ 2 പേരും അപ്പൻ്റെ വേല ചെയ്താൽ മതി. ഈ ലോകത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലല്ല എൻ്റെ കുഞ്ഞുങ്ങൾ വേല ചെയ്യേണ്ടത്. ഈ ലോകത്തെ സൃഷ്ടിച്ച എൻ്റെ അപ്പൻ്റെ വേല ചെയ്താൽ മതി. അങ്ങനെ തീരുമാനമെടുത്തു. അങ്ങനെ തന്നെ സ്തോത്രം ബാംഗ്ലൂരിൽ ഞങ്ങൾ ചെന്നു. അവിടെയും ഞങ്ങൾ ആത്മാക്കളെ നേടും. അവിടെയും ഞങ്ങൾ ഹൗസ് വിസിറ്റിങ് എവിടെയായി ഞങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടവരെ ദൈവം ഒരുക്കും. അവിടെ ഞങ്ങൾ സ്തോത്രം നല്ല ഒരു ബന്ധം ഞങ്ങൾക്ക് ഇന്നും അന്നും ഉണ്ട്. അങ്ങനെ അവിടെയും വിസിറ്റ് ചെയ്തു. ആത്മാക്കളെ നേടുവാനും സഭയോട് ചേർന്ന് പ്രവർത്തിക്കാനും നല്ല ഒരു ആത്മീയ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ദൈവശബ്ദം കേൾക്കുന്നത്. ഹാലേലൂയ. ഞങ്ങൾ തിരികെ സ്തോത്രം ചെയ്യുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരിക്കലും തിരികെ നാട്ടിൽ വരണമെന്ന് താല്പര്യമില്ല. കാരണം ഇവിടെ എന്തിനാണ് വരുന്നത്, ഞങ്ങൾ അത്രമാത്രം പരിഹസിച്ച് നിന്ദിച്ച് വെറുക്കപ്പെട്ട അനുഭവം തിരിച്ചു വരണമെന്ന് ഒട്ടും താല്പര്യമില്ലാതിരിക്കവേ വരുന്ന ദൈവദാസന്മാരെല്ലാം പറയും സ്വന്തം ദേശത്തേക്ക് മടങ്ങി പോവുക. അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്തിനാണ് അവിടെ പോകുന്നത്? സ്തോത്ര. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തക്കാരുടെ ഇടയിൽ ഒരു ശുശ്രൂഷ ഉണ്ട്. ഒരിക്കലും ഒരു സഭാ ശുശ്രൂഷയെ ഒരു പാസ്റ്റർ വേലയെ കുറിച്ച് ഒന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ വേല ചെയ്യുക, സുവിശേഷ വേല ചെയ്യുക എന്നുള്ള ഒറ്റ താല്പര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കർത്താവ് പറഞ്ഞ് നിർബന്ധിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാം ദൈവം വഴിയൊരുക്കി തിരികെ ഞങ്ങൾ സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ദൈവശബ്ദത്തിന് ഞങ്ങൾ ചെവി കൊടുക്കും. ഇന്നും ഞങ്ങൾ ഇതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് എവിടെ എൻ്റെ അപ്പൻ പറയുന്നുവോ അവിടെ അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒറ്റ ചിന്ത മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് സ്തോത്രം ഞങ്ങൾ തിരികെ സ്വന്തം ദേശത്ത് നെടുമങ്ങാട് വന്നു. ഇവിടെ ഞങ്ങൾ പരിഹസിക്കപ്പെട്ടോ തകർക്കപ്പെട്ടോ അതേ സ്ഥാനത്ത് ഞങ്ങൾ ഭവനത്തിൽ വന്ന് ഇവിടെ നെടുമങ്ങാട് വീണ്ടും വന്ന് വാടകയ്ക്ക് വീടെടുത്തു. ഞങ്ങൾ വേരൂർക്കട വീടെടുത്ത് താമസിച്ചുകൊണ്ട് നെടുമങ്ങാട് എന്നൊരു
ഞങ്ങൾ ഒരു റൂം എടുത്ത് ആരാധിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവിടെയും പ്രതികൂലം വന്നു. അവർ പോയി അവർ വീണ്ടും തിരിച്ചു വന്ന് മതം മാറ്റാൻ വേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലീസിന്റെ അകമ്പടിയോടുകൂടി ആൾക്കാർ വന്ന് അത് പൂട്ടിച്ചു. സ്തോത്രം. വീണ്ടും ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചു, എന്താണപ്പാ ഇവിടെ വരാൻ പറഞ്ഞല്ലേ ഞങ്ങൾ വന്നത്, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ ചോദിച്ചപ്പോൾ സ്തോത്രം കർത്താവ് പറഞ്ഞു, സ്തോത്രം, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ മിണ്ടാതിരുന്ന ദൈവം ആരാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഞങ്ങൾ മിണ്ടാതെ ഭവനത്തിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാനായി തുടങ്ങിയപ്പോൾ ജാതീയനായ ഒരു വ്യക്തിയെ, സ്തോത്രം, ഞങ്ങളെ വിളിക്കുവാൻ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് ഈ അനുഭവത്തിൽ വന്നത് എനിക്ക് സന്തോഷമാണ്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്താൽ അല്ലാതെ ഇങ്ങനെ വരില്ല എന്ന് എനിക്കറിയാം. എൻ്റെ സ്തോത്രം ബിൽഡിങ്ങിൽ സ്തോത്രം ഒരു റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ നെടുമങ്ങാട് സ്തോത്രം ഒരു ഹാൾ അദ്ദേഹം തരുവാനിടയായി വാടകയ്ക്ക്. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ അവിടെ മണ്ണ് തറ മണ്ണ് അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി ഞങ്ങൾ സ്തോത്ര കുറച്ച് അപ്പം അന്ന് തൊട്ട് ഞങ്ങൾ ദേശം ചുറ്റി എല്ലാം പ്രാർത്ഥിക്കും. എല്ലാ ദേശങ്ങളിലും ചുറ്റി എല്ലാ വെള്ളിയാഴ്ച അന്ന് തൊട്ട് പ്രാർത്ഥന തന്നെയാണ്. സ്തോത്രം. അങ്ങനെ തുടങ്ങി ആൾക്കാർ വരാനെല്ലാം തുടങ്ങി. സ്തോത്രം. അങ്ങനെ ഇരുന്ന് അദ്ദേഹം വീണ്ടും 6 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയും, ഇത് വിൽക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമോ? ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, ഞങ്ങൾ ഇങ്ങനെ വാങ്ങും. അദ്ദേഹം പറഞ്ഞു, സ്തോത്രം, ഉള്ളതുപോലെ നിങ്ങൾ തന്നാൽ മതി. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ വെയിലെല്ലാം ശുശ്രൂഷയ്ക്ക് പുറത്തെല്ലാം പോകും. അപ്പോൾ അങ്ങനെ സ്വരൂപിച്ച് കുറച്ച് കുറച്ച് കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ കൊടുത്ത് സ്തോത്രം ആ ആൾ വാങ്ങി മറ്റൊരു അതിനോട് ചേർന്ന് പിന്നെ വിശ്വാസത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കും, എൻ്റെ അപ്പൻ വലിയവനാണ്. ഞങ്ങളുടെ പോക്കറ്റ് കണ്ടിട്ടല്ല, എൻ്റെ അപ്പൻ്റെ പോക്കറ്റ് കണ്ടിട്ട് ഞങ്ങൾ അപ്പൻ്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ വിശ്വാസ ജീവിതമാണ് അന്നും ഇന്നും വിളിച്ചു പറയും. എൻ്റെ അപ്പൻ്റെ രാജ്യത്തിന് വേണ്ടി, വിശാലതയ്ക്ക് വേണ്ടി. സ്തോത്രം. അങ്ങനെ നെടുമങ്ങാട് സ്വന്തമായ ഒരു ചർച്ച് സ്തോത്രം ഞങ്ങൾ തുടങ്ങി. ഇന്നും അവിടെ തന്നെയാണ് സെൻറ്റർ. അതേ തുടർന്ന് സ്തോത്രം ഹല്ലേലൂയ 4 ബ്രാഞ്ച് സഭകൾ 4 സ്ഥലങ്ങളിൽ ഇവിടെ എല്ലാം പോയി സ്തോത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടോ. അവിടെ നിന്ന് എല്ലാ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ദേശത്ത് വിടുതൽ സംഭവിച്ചപ്പോൾ ഈ കൊറോണ സമയത്ത് ആൾക്കാർക്ക് വരാൻ സൗകര്യമില്ലാതായിരുന്നു. അപ്പോൾ അതാത് സ്ഥലങ്ങളിൽ ഓരോ ബ്രാഞ്ച് സഭകൾ തുടങ്ങാനിടയായി തീർന്നു. സ്തോത്ര. അങ്ങനെ നെടുമങ്ങാട് പേരൂർക്കട അല്ല സിറ്റിയിൽ, തിരുവനന്തപുരം സിറ്റിയിൽ മൂത്ത മകൻ സ്തോത്രം കവടിയാറിൽ ഒരു ആരാധന നടത്തുന്നു. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ വിശാലത ദൈവം വരുത്തി, ഒന്നുമില്ലായ്മയിൽ നിന്ന്. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സ്തോത്രം. ഇന്ന് 10-60ഓളം ലീഡേഴ്സ് കൂടെ, അസിസ്റ്റന്റ് പാസ്റ്റേഴ്സ് കൂടെ നിൽക്കാനുണ്ട്. എല്ലാം 24 മണിക്കൂർ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. 24 മണിക്കൂറും. കൊറോണ സമയത്ത് പോലും ഞങ്ങളുടെ സഭ അടച്ചിട്ടിട്ടില്ല. ഇവിടെ കയറി വരിക, ആ ഒരു ശബ്ദത്തിൻ്റെ മുൻപിൽ ആര് സ്തോത്രം ഞങ്ങൾ ഏത് അനുഭവം, തകർന്ന അനുഭവത്തിൽ, തള്ളപ്പെട്ട അനുഭവത്തിൽ അങ്ങനെയുള്ളവരെയാണല്ലോ എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നു. ആരുമില്ലാത്തവർ ആര് വന്നാലും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവർ സഹോദര എന്ന് വിളിച്ച് ആ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്തോത്രം അവർ പറയും, ഞങ്ങൾ ആരോരും ഇല്ലാത്തവരായിരുന്നു, ഇന്ന് ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, ഞങ്ങൾക്ക് ഒരു സഭ, ഒരു കുടുംബമായിട്ടുണ്ട് സ്തോത്രം എന്ന് പറയും. സ്തോത്രം. 24 കൊറോണ സമയത്തും അവിടെ 24 രായും പകല് ഇന്നും ലീഡേഴ്സ് ഫാമിലി ആയിട്ട് ഈ സ്തോത്രം ഇരുന്ന് ഒക്ടോബർ 31 മുതൽ 45 ദിവസത്തെ ഉപവാസം വീണ്ടും ഇപ്പോൾ തുടങ്ങാൻ പോകുന്നു, ഡിസംബർ 15 വരെ. അങ്ങനെ ഉപവാസവും പ്രാർത്ഥനയാലും എല്ലാ ജാതി മാറിപ്പോ അതുപോലെ തുടങ്ങി. അല്ല ലേഡീസ് ടീമിൻ്റെ നേതൃത്വത്തിൽ ഞാൻ നിന്ന് പ്രവർത്തിക്കുന്നു. 60ഓളം ലേഡീസ് സഹോദരിമാരുണ്ട്. അവരെല്ലാം 40-45 വയസ്സിനകത്തുള്ള സഹോദരിമാരാണ്. പലവിധ വിഡോസ് ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ഒറ്റപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നവരുണ്ട്. പുറത്തിറങ്ങിയിട്ടില്ലാത്ത സഹോദരിമാരാണ് സഭയ്ക്കകത്ത് വന്നിരുന്നു പ്രാർത്ഥന അവരെയും കൊണ്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്യുവാനും അവരെ കൊണ്ട് ഞങ്ങൾ സ്തോത്രം നോർത്ത് ഇന്ത്യയിൽ എല്ലാ വർഷത്തിലും ഞാൻ ഒരു തവണ പോകും. നോർത്ത് ഇന്ത്യയിൽ എല്ലാ സ്തോത്രം പ്രവർത്തന മേഖലകളും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഒരിക്കൽ ഓരോ സ്റ്റേറ്റുകളിൽ ഞാൻ സ്തോത്രം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവപ്പെട്ടവരുടെ ഇടയിൽ പോയി അവരോടൊപ്പം കഴിക്കാനും കുടിക്കാനും കിടക്കാനും ഉറങ്ങുവാനും അവർക്കൊരാശ്വാസം കൊടുക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളുടെ പ്രവർത്തനം സ്തോത്രം വളരെ വിശാലമായ അനുഭവത്തിൽ ഞങ്ങൾ ധൃതിയിൽ നമ്മൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തായിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഈ അപ്പൻ്റെ ഹൃദയത്തിലെ സ്വപ്നം അത് നമ്മൾ നിറവേറ്റി കൊടുക്കണം എന്നുള്ള ഒറ്റ താല്പര്യത്തോടെ ഞാനും എൻ്റെ കുടുംബവും നിൽക്കുന്നു. 6 കൊച്ചുമക്കളെ എൻ്റെ കർത്താവ് തന്നു. ഹല്ലേലൂയ. സ്തോത്രം. 2 മക്കളല്ല, എനിക്ക് 4 മക്കളാണ്, 2 പെണ്ണും 2 ആണും. 2 സ്തോത്രം 6 തലമുറകളെ എൻ്റെ കർത്താവ് തന്നു. അങ്ങനെ വളരെ സന്തോഷകരമായി സ്തോത്രം
സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മാത്രം ഒരു മുടക്കം വരുത്താൻ സ്തോത്രം. സഹോദരിമാരെല്ലാം എൻകറേജ് ചെയ്തു. പ്രാർത്ഥനയിൽ നടക്കാത്ത ഒരു കാര്യമില്ല. തകർന്ന കുടുംബങ്ങളെ പണിയുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. മാനസാന്തരപ്പെടാത്ത തലമുറകൾക്ക് ഇന്ന് സ്തോത്രം, ഈ ദുഷ്ടലോകത്ത് എവിടെ നോക്കിയാലും പാപം പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഇന്ന് സ്തോത്രം വളരെ മാറ്റം സംഭവിക്കും. 7 വർഷം ഉറക്കം നഷ്ടപ്പെട്ടവളായിരുന്ന ഞാൻ സ്തോത്രം ഇന്ന് നല്ല സുഖമായ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിടന്നാൽ മതി സ്വർഗീയ ദർശനങ്ങൾ കണ്ടുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കർത്താവ് നമുക്ക് ഉറക്കം തരുന്നു സ്തോത്രം. പ്രാർത്ഥനയിൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു ശുശ്രൂഷകൻ എഴുന്നേൽക്കണമെങ്കിൽ, ഒരു ശുശ്രൂഷ വെളിപ്പെടണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം സ്തോത്രം. അതാണ് എൻ്റെ സ്തോത്രം. സഹോദരിമാരെ ഞാൻ അവരെ എഴുന്നേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, എൻ്റെ കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുതേ, ഉള്ള പ്രാർത്ഥനയിൽ കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് പറയുവാനിടയായി തീരും സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ പ്രിയ സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇത്രത്തോളം എന്നെ എൻ്റെ കുടുംബത്തെ അനുഗ്രഹമാക്കി മാറ്റിയ എൻ്റെ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കാതിരിക്കുമോ? സ്തോത്രം. കർത്താവിന് മുഖപക്ഷമില്ല. ഏത് ജാതിയിലും മതത്തിലും ഉള്ളവരെയും അവൻ ഒരുപോലെ സ്നേഹിക്കുന്നു. എൻ്റെ അപ്പനോട് മാത്രം സ്തോത്രം അടുത്തിരിക്കുമ്പോൾ അത്തുനിന്റെ മറവിൽ നമ്മളെ മറക്കുന്ന ഒരു അപ്പനുണ്ട്. അത്തുനിന്റെ നിഴലിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ നിഴലിൽ നിന്ന് അകന്നു പോകാൻ മതി. കർത്താവിന്റെ മുന്നിൽ വിളിക്കുമ്പോൾ അടിയൻ ഇതാ എന്ന് കേൾക്കുന്ന ശബ്ദത്തിന് വേണ്ടി എന്റെ കർത്താവ് കാതോർത്തിരിക്കുമ്പോൾ നമ്മൾ സ്തോത്രം വെളിപ്പുറത്ത് ഉണ്ടായിരിക്കണം. ശമൂവേൽ ബാലനെ വിളിച്ചപ്പോൾ ഹല്ലേലൂയ അടിയൻ ഇതാ എന്ന് പറഞ്ഞതുപോലെ എൻ്റെ അപ്പൻ വിളിക്കുമ്പോൾ നമ്മൾ ദൂരെ മാറിപ്പോകരുതേ, നിഴലിൻ കീഴിൽ തന്നെ നമ്മളായിരിക്കണം സ്തോത്രം. എൻ്റെ കർത്താവ് പാട്ടുകാർ പാടുന്നത് പോലെ കർത്താവിന് കഴിയാത്ത കാര്യം ഒന്നുമില്ല. ദൈവത്തോട് അടുത്ത് വരുന്നവരുടെ അടുക്കൽ ദൈവം ഇറങ്ങി വരും സ്തോത്രം. ജീവിക്കുന്ന ദൈവമാണല്ലോ. അതുകൊണ്ട് തന്നെ സ്തോത്രം നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവപ്രകാരമുള്ള പ്രാർത്ഥന എൻ്റെ കർത്താവിന്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് മറ്റൊന്നും അറിയില്ല. എൻ്റെ ദൈവം ഇന്നുവരെ നിർത്തിയതിന് പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങൾക്കും ദൈവം ഇതപ്രകാരമുള്ളതിനും മറുപടി തന്നു. ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം തരും. എത്രത്തോളം ദൈവത്തോട് നമ്മൾ അടുത്ത് വരുന്നു, പ്രാർത്ഥനയോട് അടുത്ത് വരുന്നു, നന്മയും കരുണയും നമ്മൾ ആയുഷ്കാലം പിന്തുടരും. അല്ലാതെ തായെന്ന് പറഞ്ഞാൽ ദൈവം തരാൻ ഒരു മനുഷ്യനല്ല. ദൈവത്തോടുള്ള കൂറ് എത്രത്തോളം ഉണ്ടോ അപ്പോൾ നമ്മളെ ഇരുളിൽ അടഞ്ഞ മണ്ഡലങ്ങൾ മാറി വളരെ അത്ഭുത പ്രകാശമാക്കി ദൈവം നിർത്തും. നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവ രാജ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഭൗതിക നന്മയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, ദൈവരാജ്യത്തെക്കുറിച്ച്. ദൈവം എന്തിനാണ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്? ആ അഭിഷേകം വിലപ്പെട്ടതാണ്. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ ദൈവം സ്തോത്രം അഭിഷേകത്തിൽ നിർത്തി. നമുക്ക് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല. ഹല്ലേലൂയ. അഭിഷേകം എത്രത്തോളം കൃപയുടെ വാതിലടയാൻ സമയമായിരിക്കുമ്പോൾ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ കൊതിക്കണം. എത്രത്തോളം അഭിഷേകത്താൽ നമ്മൾ നിറയുന്നുവോ അത്രത്തോളം നമ്മളെ തേജസ് വർദ്ധിക്കും, അത്രത്തോളം നമ്മളെ പാരമ്പര്യങ്ങൾ പൊട്ടി മാറും. ഹല്ലേലൂയ. എല്ലാം വിട്ടിട്ട് യേശു മാത്രം മതി എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഒരു മരണം വന്നാലും ഒരു കല്യാണം വന്നാലും ഹല്ലേലൂയ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ കിടന്ന ഞാനും എൻ്റെ കുടുംബവും ഇന്ന് ഞാൻ പറയും, എൻ്റെ യേശുവിനെ വിട്ടിട്ടൊരു കാര്യമില്ല. അതെല്ലാം വ്യർത്ഥമായ പാരമ്പര്യമാണ്. അതിൽ നിന്നാണ് എൻ്റെ കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവന്നത്. ഇന്നെന്ന് അപ്പൻ ഇഷ്ടമില്ലാത്തത് ഒന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ സഹോദരങ്ങൾ പറയും, നിങ്ങൾക്ക് മാത്രം എന്നും പ്രാർത്ഥനയാണോ? അതെ, ഇനി അത് ഒന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ, അത് മതി. ഞങ്ങൾക്ക് എന്നും പ്രാർത്ഥന തന്നെ. പ്രാർത്ഥിക്കുന്നതിന് ആർക്കും ദോഷമില്ലല്ലോ, എല്ലാവർക്കും നല്ലതല്ലേ. നമ്മൾ ദേശത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി, നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, നമ്മളെ രാജ്യങ്ങൾക്ക് വേണ്ടി, ഭാരതത്തിന് 28 സ്റ്റേറ്റുകൾ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി 195 രാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നു. ഒരിക്കലും തീർന്നു പോകാത്തതുപോലെ പ്രാർത്ഥന വിഷയങ്ങൾ വരുന്നു. അതുകൊണ്ട് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, എനിക്കൊന്നു മാത്രമേ പറയുവാനുള്ളൂ. നമ്മളെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാക്കരുത്. നമ്മൾ അർത്ഥമുള്ള സ്തോത്രം പൂർണ്ണതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഇന്ന് വാൽക്കാലം ഞാൻ പറഞ്ഞ ഈ സാക്ഷ്യത്തിൽ കൂടി നിങ്ങൾക്ക് ഒരു എൻകറേജിങ്, ഒരു ഉത്സാഹമുള്ള ആ ഉണർവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. എൻ്റെ ഹൃദയദൃഷ്ടി പൂർണ്ണമായി ഒന്ന് തുറക്കട്ടെ. അരക്കണ്ണ് തുറന്നിരിക്കുന്ന അനുഭവങ്ങൾ മാറി അവരുടെ കണ്ണൊന്ന് തുറന്ന്
കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നന്മകളെ ഒന്ന് കാണുവാൻ, നമ്മുടെ മുന്നിൽ വച്ചിരിക്കുന്ന നന്മകളെ കണ്ടെത്തണമെന്ന് സ്തോത്രം ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ സ്തോത്രം, പ്രിയ ഹാലേലു മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്ന് കർത്താവേ സ്തോത്രന്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും സ്തോത്രം അപ്പാ, ഇന്ത്യയിൽ കൂടി കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവെ അപ്പാ ഒരു ഉണർവിലേക്ക്, ഒരു കർത്താവെ സ്തോത്രം ഹാലേ നിൽക്കുന്ന ഇടത്തു നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വരുവാൻ, എന്റെ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു അനുഭവത്തിലേക്ക് വരുവാൻ, തലമുറകൾക്ക് വേണ്ടി സ്തോത്രം അപ്പാ 4 തരം സഹോദരി സ്ത്രീകളെ 3 തരത്തിൽ സ്തോത്രം ബൈബിൾ പറയുമ്പോൾ അപ്പാ ഞങ്ങൾ സ്ത്രീ രത്നങ്ങളായി തീരുവാൻ, വെറും സ്ത്രീകളായി തീരാതെ, വെറും പെണ്ണുങ്ങളെന്ന് വിളിക്കപ്പെടാതെ കർത്താവെ സ്ത്രീ രത്നങ്ങളായി ഞങ്ങൾ ദൈവ രാജ്യത്തിന് മുതൽക്കൂട്ടുകളായി തീരുവാൻ, കുടുംബത്തെ പണിയുന്നവരായി, തലമുറകളെ പണിതെടുക്കുന്നവരായി, നല്ല സാക്ഷ്യമുള്ള സഹോദരിമാരായി മാറുവാൻ ഇന്ന് വാൽക്കാലം കർത്താവെ ഞാൻ എല്ലാവരെയും കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല കർത്താവെ ഉറക്കം നഷ്ടപ്പെട്ടവരോ, കുടുംബം ചിതറി കിടക്കുന്നവരോ, കർത്താവെ കുടുംബ ജീവിതം നഷ്ടപ്പെട്ട് സമാധാനം അനുഭവിക്കാത്തവരോ ഉണ്ടെങ്കിൽ പിതാവേ ഇന്ന് വാൽക്കാലം എനിക്ക് സമാധാനം തന്ന സമാധാന പ്രഭുവായ യേശുവേ, ഇവരുടെ കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഹൃദയങ്ങളിൽ വാഴട്ടപ്പ. ഉറക്കമില്ലാത്ത അനുഭവങ്ങൾ മാറിപ്പോകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, അടിപ്പിണരാലുള്ള സൗഖ്യം കർത്താവേ വാൽക്കാലം സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാൽ സൗഖ്യമുണ്ടെന്ന് ഇവർ വിശ്വസിക്കട്ടപ്പ. വീര്യമുള്ള വിശ്വാസികളായി ഇവർ മാറട്ടെ കർത്താവേ സ്തോത്രം. അത്ഭുതം ദൈവം ചെയ്യണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. ആമേൻ.